ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു. എന്റെ കയ്യിൽ ഒന്നുമില്ല. ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ശരീരത്തെ കണക്ട് ചെയ്താം നമ്മുടെ കൈയുടെ പവർ അറിയാം. യേശു തമ്പുരാൻ നമുക്ക് കൈകൊണ്ട് കാണിച്ചു തന്ന നന്മകൾ 6 ഉണ്ട്. കുറെ ഏറെ ഉണ്ടെങ്കിലും കമ്പിവാക്യത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. യേശു തമ്പുരാൻ കൈകൊണ്ട് കാണിച്ചു തന്നത് ആരും തൊടാത്തവനെ തൊട്ടു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ യേശുവിന് ഒരിക്കലും തന്റെ കൈകൊണ്ട് ഒരു കുഷ്ഠരോഗിയെ തൊടേണ്ട ആവശ്യമില്ല. പക്ഷെ കർത്താവ് കാണിച്ചു തരികയാണ്, കുഞ്ഞേ, നിന്റെ കൈകൊണ്ട് ആരും തൊടാത്തവനെ തൊടണം. 2, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. തന്റെ കയ്യിൽ മണ്ണെടുത്ത് തുപ്പി കണ്ണിൽ പുരട്ടി ശീലോഹോം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞാൽ അതിന്റെ ആവശ്യം കർത്താവിനില്ല. നിന്റെ കണ്ണിന് സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആരും തൊടാത്തവനെ തൊട്ടു, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. 3, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. പത്രോസ് മുങ്ങിത്തേടാൻ തുടങ്ങിയപ്പോൾ തന്റെ കയറം കൊണ്ടാണ് കർത്താവ് പിടിച്ചുയർത്തിയത്. 4, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 5, കാൽവറിയിൽ യാഗമായി. 6, ഈ കൈകൾ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ കരങ്ങൾ കൊണ്ട് കാണിച്ചു തന്ന നന്മകളെല്ലാം തന്നെ ടു സെർവ് ടു സെർവ് ടു സെർവ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. നീ കൊടുത്ത് ദൈവമഹത്വം പ്രാപിക്കണം. ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പവറും നമ്മുടെ കൈ നോക്കിയാൽ അറിയാം. ഞാൻ ഡൽഹിയിൽ ചെന്നപ്പം അവിടെ ഈ കുറേയേറെ ചിരി ക്ലബ്ബ് ഉള്ള ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിലൊരു മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് നേരെ പറയാ, കൈനോട്ടമല്ല ഞാൻ പറഞ്ഞത്, ഓരോ പ്ലേസിലും ഞെക്കുമ്പോൾ അറിയാം നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ, നമ്മുടെ ഓരോ ശരീരത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ കരം പിടിച്ച് തൊടുമ്പോൾ അറിയാം. ഇത് എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് പവറിൽ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത്, ന്യൂറോ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ അവർക്ക് പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് വെക്കണ്ട, അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും നമ്മുടെ പവർ, നമ്മുടെ ശരീരത്തിന്റെ ഡാമേജുകൾ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ മനസ്സും കണ്ണും ശരീരവും എല്ലാം സംഗമിക്കുന്ന ദൈവീക പവറുള്ള ഒന്നാണ് നമ്മുടെ കരമെങ്കിൽ ഈ കരം കൊണ്ട് നന്മ ചെയ്യാൻ മാത്രമാണ് തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതാ അർദ്ധരാത്രിയിൽ വന്ന് സ്നേഹിതൻ 3 അപ്പം വായ്പ ചോദിച്ചപ്പോൾ ആ സ്നേഹിതനോട് പറയാണ്, സ്നേഹിത, എന്റെ കയ്യിൽ ഒന്നുമില്ല. സഹോദരങ്ങളെ, ഞാൻ എന്താ ഈ യേശു തമ്പുരാൻ കരം കൊണ്ട് കാണിച്ചു തന്ന 6ൽ 1 തന്റെ കയ്യിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ചെയ്ത് കൊടുത്തു. വിശുദ്ധ കുർബാന ദേവാലയങ്ങളിൽ ആരാധനയുടെ മഹത്വത്തിൽ നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് വരെ ഒരു പുരോഹിതൻ കുർബാന തീർന്നു പോയെന്ന് പറയാറില്ല. ഇന്ന് വരെ ഇല്ല. ഞാൻ ആലോചിക്കുക, കാലം ചെയ്ത മാത്യുശ്രീയം ബാവ തിരുമേനിയെ 100, 500, 1000 പേർക്ക് വരെ കുർബാന കൊടുക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ആ കുർബാന തീർന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ 600 വീടുള്ള ദേവാലയമാണല്ലോ. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ മനസ്സ് ദൈവവുമായി കണക്ട് ചെയ്താൽ കർത്താവ് തന്റെ തിരിശരക്തങ്ങൾ നമ്മുടെ അധരങ്ങളിൽ വച്ചു തരുമ്പോൾ അത് തീരാത്തതുപോലെ, ഇതാ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തപ്പോൾ ആ കൊട്ടയും വട്ടിയും നിറച്ചെടുത്തതുപോലെ ദൈവമക്കൾ ദൈവാത്മാവിൽ നമ്മുടെ മനസ്സ് ബന്ധിച്ചാൽ ഒരിക്കലും നമ്മുടെ കരം കൊണ്ട് ആരോടും പറയില്ല, കുഞ്ഞെ, എന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം വന്ന വ്യക്തിയുടെ വ്യക്തിത്വം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നാൽ ഇവനെ ഉറക്കാനും കിടക്കയും കൊടുത്താൽ, ആഹാരം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അർദ്ധരാത്രിയിൽ ഒന്ന് പട്ടിണി കടന്നാലും അതിരാവിലെ എഴുന്നേറ്റ് കൊടുത്താൽ മതി. പക്ഷെ ആ സ്നേഹിതൻ കാണിച്ച ആത്മാർത്ഥമായ സ്നേഹമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ഭവനത്തിൽ വന്ന സഹോദരന് അവന് കിടക്ക കൊടുത്താൽ പോരാ, അവന്റെ വിശപ്പ് മാറ്റണം. സാൽവേഷൻ ആർമിയുടെ ക്യാപ്റ്റൻ പറയാറുണ്ട്, സോപ്പ് സൂപ്പ് സാൽവേഷൻ. നമ്മുടെ ഭവനത്തിൽ വരുന്ന ഒരു മനുഷ്യന് ആദ്യം കുളിക്കാൻ സോപ്പ് കൊടുക്കണം, 2 അവൻ ആഹാരം കൊടുക്കണം, 3ാമതാണ് അവനോട് സുവിശേഷം പറയേണ്ടത്. നമ്മുടെ പരിശുദ്ധമായ വലിയ നോമ്പ് വരികയാണ്. ലളിതമായ വരികളാണ് പാട്ടും പ്രോസുമായി മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്ന നോമ്പെന്ന് പറയുന്നത് ഉച്ചവരെ വിശന്നിരിക്കുക, അല്ലെങ്കിൽ ആരും അറിയാതെ കുമ്പിടുക, മറ്റുള്ളവരോടൊപ്പം ആരാധനയിൽ പങ്കുചേരുക. പക്ഷെ ശരിക്കും നൊയമ്പിന്റെ ഘടകങ്ങളായി പലതും പറയുന്നത് നീ വിശന്നവന് ആഹാരം വന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ കൊണ്ടുകൊടുക്കണം. പാട്ടും പാടുന്നുണ്ട്, പ്രിയരെ നിയമത്തിൻ നിറവായി
തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. പ്രിയരെ, നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 6-7 കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. നീ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിന്റെ നീതിയെ നീ വെളിപ്പെടുത്തരുത്. നീ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. മറ്റുള്ളവനെ നീ വിധിക്കരുത്. ഇതെല്ലാം പാലിച്ചതിന് ശേഷമായിരിക്കണം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നോമ്പെടുക്കേണ്ടത്. കാലം ചെയ്ത ദിദിമോസ് ബാവ തിരുമേനി ഒരിക്കലും വലിയ പ്രബോധനം നടത്താറില്ല. എന്നാൽ നടത്തുന്ന വചന ശുശ്രൂഷയിൽ ഏറ്റവും ഗംഭീവാക്യത്തിൽ പറഞ്ഞ 2 വരിയുണ്ട്. മക്കള്, പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തോടെ പറന്നെടുക്കും. മനസ്സിലായില്ലേ? പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പോൾ നോമ്പ് ഉപവാസവും ദൈവത്തോടെ പറന്നെടുക്കും. അത്ര പവറാണിത്. ശരിക്കും ദൈവമക്കളെ, മുസ്ലിം സഹോദരങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ, അവരുടെ വഞ്ചിയിൽ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്. വഞ്ചി എന്നല്ല എഴുതിയിരിക്കുന്നത്, അതിനേക്കാൾ ഉപരി അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അന്നദാനം ആപത്ത് തടയും. നമ്മളിന്ന് പലപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നേരെ ലാബിലേക്ക് പോകുകയാണ്. കാരണം എത്ര ആയി നമ്മുടെ ഓരോ അളവുകളും. എന്നാൽ ഓർക്കണം, പൂർവികരായ മാതാപിതാക്കൾ 10, 12, 14 മക്കളുള്ള കുടുംബങ്ങളിൽ അന്ന് ഈ ടെസ്റ്റിംഗ് ഇല്ല. അന്ന് ആരും പരിശോധനയില്ല. 100, 110 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിച്ചെങ്കിൽ ദൈവം തന്ന മനസ്സുകൊണ്ടും ദൈവം തന്ന കണ്ണുകൊണ്ടും ദൈവം തന്ന സമ്പാദ്യം കൊണ്ടും ആ കരങ്ങളിലൂടെ അനേകർക്ക് കൊടുത്തു. മൂത്താമ്പാക്കൽ തറവാട്ടിൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ പാട്ടുകൾക്ക് ഇന്നും വില വരുന്നതും. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഈ വീടിന്റെ നായകനെന്നല്ല, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നല്ല. സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഭവനത്തിൽ ഇന്നും എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത്, വിശക്കുന്നവൻ ഇവിടെ വന്ന് ആഹാരം കഴിക്കാം, ക്ഷീണിക്കുന്നവൻ ഇവിടെ വന്ന് വിശ്രമിക്കാം. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ നിർവചനങ്ങൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ കളിയാക്കിയത് ആരെയാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ കളിയാക്കിയത് കപടഭക്തരെ. അത് 4 സുവിശേഷത്തിലും പറയുന്നുണ്ട്. നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണങ്ങളുടെ പുറം വെടിപ്പാകുന്നു, വെള്ള തേച്ച ശവക്കല്ലറയാകരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ ആരാധനയ്ക്കും പെരുന്നാളിനും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തിനല്ല. ദൈവാനുഗ്രഹത്തിനല്ല വരുന്നത്. നമ്മൾ വരുന്നത് ദൈവത്തെ കിട്ടാനാണ്. രാജാവിനെ കിട്ടിയാൽ ഖജനാവിന്റെ കൂടെ പോരും. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഈസ് ഗോഡ്സ് പോയിന്റ്. ഞാൻ യഹോവയോട്, ഇവിടെ വായിച്ചില്ലേ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എന്റെ ആയുഷ്കാലമൊക്കെ എന്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അതിന്റെ അർത്ഥം പള്ളിയിൽ പോയി മണിക്കൂറുകൾ ഇരിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ആ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും വരുന്ന ദൈവിക പ്രകാശത്തിലൂടെ എന്റെ കൈ അനേകർക്ക് ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റുവാൻ, വിശുദ്ധ കുർബാന എന്റെ അധരങ്ങളിലൂടെ ഞാൻ വഹിക്കുന്നെങ്കിൽ അത് എടുത്തു തന്ന പുരോഹിതന് ദൈവിക സിംബലായി ജീവിതമാർഗങ്ങളിൽ അനേകർക്ക് കൊടുക്കുവാൻ എന്റെ കരങ്ങൾ ഉപയോഗിക്കണം. മദർ തെരേസയുടെ കരങ്ങൾ ഈ പത്രത്തിൽ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അതിന്റെ അടിയിൽ ഫേസ് കൊടുക്കാറില്ല. മദർ തെരേസയുടെ കരം കൊടുത്തിന്റെ അടിയിൽ കൊടുത്തിരിക്കും, ഈ കൈകൾ ആരുടെ? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയും ഈ കരം മദർ തെരേസയുടെ. കാരണം ത്യാഗം ചെയ്യുന്ന കൈ ലോകം തിരിച്ചറിയും. ത്യാഗം ചെയ്യുന്ന കൈ ലോകം തിരിച്ചറിയും. എന്നാൽ നാളെ എന്റെ കൈ പത്രത്തിൽ കൊടുത്താൽ എന്റെ മക്കളോ എന്റെ കൊച്ചുമക്കളോ അറിയോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്ന സഹോദരങ്ങളെ, ഈ കരങ്ങൾ കൊണ്ട് അനേകരുടെ കണ്ണുനീർ ഒപ്പുവാനും അനേകരുടെ വിശപ്പുകൾ മാറ്റുവാനും, ഞാൻ ബലഹീനമായ വാക്കുകളായി നിങ്ങൾ ഇത് പറയുന്നത്, ബലഹീനമായ വാക്കുകളായി നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് പകുതി കൂടുതൽ കാരണം
നമ്മൾ നമ്മുടെ സ്വാർത്ഥപരമായ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനോ, മറ്റുള്ളവനെ സ്നേഹിക്കുവാനോ, മറ്റുള്ളവനെ കരുതുവാനോ, കാരണം നമുക്കെല്ലാം പ്രയാസമാണ്. പൂർവിക സംസ്കാരം നോക്കിയേ, ഒരു ഭവനവും 2 നിലയില്ലായിരുന്നു, 2-3 മുറി, മതിലില്ല, ഗേറ്റില്ല, ഡോറ് പോലും ഇല്ലാത്ത ഭവനങ്ങളാണ്. 10-12 മക്കളുള്ള നമ്മുടെ ഭവനങ്ങളിൽ വീണ്ടും സ്നേഹിതരും ബന്ധുക്കളും വന്ന് താമസിക്കും. പട്ടിണി കടന്നും മുണ്ടു മുറുക്കി കൊടുത്തും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന മാതാപിതാക്കൾ, അവർ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ പന്തലും ഈ തണലുമെന്ന് മറക്കരുത്. പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ചില ബ്ലെസ്സിങ്ങുകളുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാവർക്കും ആഗ്രഹം, ബ്ലെസ്സിങ് പ്രയറൊക്കെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബ്ലെസ്സിങ്ങിന് പല ഘടകങ്ങളുണ്ട്. അച്ഛനിവിടെ പറഞ്ഞല്ലോ, മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് കൊടുത്ത കൽപ്പന. അതിനു മുമ്പ് അവിടെ ഒരു സംഭവമുണ്ട്. ഇതാ മരുഭൂമിയിൽ കത്തുന്ന തീ കണ്ടു, മുൾപ്പടർപ്പിൽ. സാധാരണ തീ കത്തിയാൽ അത് വെന്തുപോകും. പക്ഷെ ഇവിടെ മുൾപ്പടർപ്പിൽ തീ കത്തിയപ്പോൾ അത് വെന്തുപോയില്ല. അവിടെ കേട്ട ശബ്ദം ഞാനാകുന്നവൻ ഞാനാകുന്നല്ല. ശരിക്കും അതിന്റെ ഒറിജിനൽ പരിഭാഷ ഹീബ്രു ഭാഷയിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തലിലൂടെ നിനക്ക് മനസ്സിലാക്കി തരും. അതിന്റെ മറ്റൊരു പ്രതീകമാണ്, മുൾപ്പടപ്പിൽ കത്തുന്ന തീ കണ്ടു, അത് വെന്തുപോയില്ല. കന്യകമറിയാമിൽ യേശു തമ്പുരാൻ ഇറങ്ങി വസിച്ചു, ആ ശരീരം വെന്തുപോയില്ല. ഇതുപോലെ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി തന്റെ മനസ്സും ശരീരവും കരങ്ങളും എടുത്ത് ഉപയോഗിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് വേണ്ടി മരണം വരെ നിന്റെ കൈയെടുത്താൽ ഒരിക്കലും നിന്റെ ഭവനത്തിൽ നീയോ നിന്റെ തലമുറയോ ചില ഭാരവും പ്രയാസവും വന്നാലും നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവാനുഗ്രഹം വേണ്ടെന്നല്ല, ആ വാക്ക് ഞാൻ തിരിച്ചെടുക്കുക. നമുക്കാദ്യം വേണ്ട ദൈവാനുഗ്രഹമല്ല, നമുക്കാദ്യം വേണ്ട ദൈവമാണ്. ദൈവം എന്റെ കൂടെ വന്നാൽ ദൈവാനുഗ്രഹം പുറകെ വരും. അതുകൊണ്ടാണ് ദേവാലയങ്ങളിൽ പോലും വിശുദ്ധ കുർബാനയുടെ മധ്യഭാഗത്തിൽ കൈസൂരി കൊടുക്കുന്നുണ്ട്. എന്താ, പുരോഹിതൻ മദ്ബായുടെ ത്രോണോസിൽ നിന്നുകൊണ്ട് ഇതാ കരങ്ങളെടുത്ത് സമാധാനം പറഞ്ഞിട്ട് ആ സമാധാനം പരസ്പരം നമ്മുടെ കരങ്ങളിലേക്ക് തരുന്നത് പരസ്പരം സ്നേഹിക്കാൻ മാത്രമല്ല, ആ സ്നേഹം അഗാപ്പയായി മാറുമ്പോൾ നമുക്ക് ദൈവം തരുന്ന സർവ്വതും അനേകർക്ക് കൊടുക്കുവാനുള്ള ദൈവിക മഹത്വമായി മാറും. മറിച്ചുകൂടെ ചിന്തിച്ചു നോക്കിയും, ശരിക്കും കൊടുത്ത് നശിച്ച ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കുടുംബമുണ്ടോ? ഏതെങ്കിലും മതങ്ങളിലുണ്ടോ? മറ്റൊരു സംഭവം കൂടി ഒന്ന് നോക്കി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇതാ വൃദ്ധനായ ശിമിയോൻ വർഷങ്ങളോളം തന്റെ കരമുയർത്തി കാത്തിരുന്ന്, എന്തിന്? എന്റെ യേശുവിനെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ട് എന്റെ കരങ്ങളിൽ ഞാൻ വഹിച്ച്, അല്ലാതെ ഈ ലോകം വിട്ട് ഞാൻ പോകില്ല. ഇല്ലേ, എന്റെ യേശുവിനെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ട് എന്റെ കരങ്ങളിൽ ഞാനൊന്ന് എടുത്ത്, അല്ലാതെ ഞാൻ ഈ ലോകം വിട്ടു പോകില്ല. ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് ദ വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത. ഇതാ യേശുവിനെ കരങ്ങളിലേക്ക് എടുത്തപ്പോൾ വൃദ്ധനായ ശിമിയോന്റെ സ്തുതിഗീതമുണ്ട്. ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്താൽ വിട്ടയക്കുന്നു. ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്താൽ വിട്ടയക്കുന്നു. പൂർവികരായ മാതാപിതാക്കൾ, എന്റെ അമ്മയുടെ അമ്മയ്ക്ക് 106 വയസ്സുണ്ടായിരുന്നു. 106 മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം. മരിക്കുന്നതിന് തലയാഴ്ച വരെയും ആ കയ്യിൽ പിടിച്ചാൽ എന്നോ സ്ട്രോങ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ തലമുറയിൽ കരങ്ങൾ പിടിച്ചു നോക്കി, ഈ കരങ്ങൾ കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, ആർക്കും കൊടുക്കണമെന്നില്ല. പണ്ട് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്ന ഉപനിഷത്തിലെ 4 മന്ത്രങ്ങളുണ്ട്. മോനെ, പഠിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കൊടുക്കണം. ശരിക്കും ഇതും തന്നെയല്ലേ പുരുഷാരത്തിന് നടുവിൽ ആഹാരം കൊടുക്കാൻ കൊണ്ടുവന്ന ആ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, കുഞ്ഞെ, നിന്റെ കരങ്ങളിൽ ഞാൻ തന്നുവിടുന്ന ആഹാരം ഇത് നിനക്ക് മാത്രമല്ല, നീ യേശു പിതാവിന്റെ മുമ്പിലിരുന്ന് ഈ വചനം നടത്തുമ്പോൾ നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ മുഴുവനും എടുത്ത് കൊടുക്കണം. ദൈവമക്കളെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആർക്കും കൊടുക്കാതിരിക്കാനും ആരെയോട് മത്സരിക്കാനുമല്ല, മറിച്ച് കരങ്ങൾ ദൈവം തരുന്നത്. ഇതാ നമ്മുടെ ബർത്ത്ഡേ ആയി നമ്മൾ പലരും ദേവാലയത്തിൽ പേര് കൊടുക്കുന്നത് ശരിക്കും ജനിച്ച ദിവസമാ അല്ല, നമ്മൾ മാമോദീസ മുങ്ങിയ തീയതിയാണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ. ആ ദിനം നിങ്ങൾ ഓർക്കണം, ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിലും വലത്തെ കൈ കൊണ്ട് വലത്തെ കൈയിലും പിടിച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിന്ന്
സാത്താന്റെ ചിന്തകളെ ഉപേക്ഷിച്ച് യേശുവിനെ സാംശീകരിച്ച് ഉള്ളത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഓർക്കണം, ഈ കരം ഒടുവിൽ ശോശപ്പ കൊണ്ട് നിന്നെ മുഖം മൂടി തൈലമൊഴിക്കുമ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്. പോകും നീ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ. ദൈവമേ, എനിക്ക് തന്ന ആയുസ്സിൽ പോകും നീ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ. ഞാൻ കണക്ക് ബോധിപ്പിച്ചത് ഈ ഭൂമിയിലുള്ള മനുഷ്യരോടാണ്. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവസന്നിധിയിൽ ഇതാ മാമോദീസായ്ക്ക് ശോശപ്പ കൊണ്ട് ആഘോഷിച്ച് അതിൽ മൂറോനൊഴിച്ച് പേര് ചൊല്ലി എന്നെ കരം പിടിച്ച് ഈ സഭയിലേക്ക് ചേർത്തെങ്കിലും ഇന്നിതാ ഈ കരത്തെയും മുഖത്തെയും മറച്ചുകൊണ്ട് ശോശപ്പ കൊണ്ട് മുഖം മൂടി തൈലമൊഴിക്കുമ്പോൾ നിനക്കൊരു കണക്ക് ബോധിപ്പിക്കാനുണ്ട്. എന്ത് കുഞ്ഞെ, നിന്റെ കരം കൊണ്ട് നീ എന്ത് സർവീസ് ചെയ്തു, നീ ആർക്കെന്ത് കൊടുത്തു? മറിച്ച് എപ്പിക്യൂറിയം ഫിലോസഫി ഉണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇന്ന് പല ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കി, അച്ഛ ഒരു ജീവിതമേ ഉള്ളൂ, ഇത് അടിച്ചങ്ങ് പൊളിക്കണം. അടിച്ച് പൊളിച്ചവരെ പൊളിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളൂ. മനസ്സിലായോ? നമ്മുടെ പിതാക്കന്മാരൊന്നും മണ്ടന്മാരായിട്ടല്ല, മുണ്ടുമുറുക്കി കൊടുത്ത് പട്ടിണി കടന്ന് പാവപ്പെട്ടവരെ കരുതി. ഇതാ ഒസാസിരിമേനെ ഇന്നും മലങ്കര സഭ ഓർക്കാൻ ഒരു കാര്യമുണ്ട്. മാഫിയ, സോഫിയ, ഗ്ലോറിയ, നീ മറ്റുള്ളവന്റെ വസ്തുവും മറ്റുള്ളവന്റെ പണവും നീ വാരിക്കൂട്ടി നീ സമ്പന്നൻ എന്ന് ധരിച്ച നിന്റെ പേര് മാഫിയ എന്നാണ്. നിനക്കുള്ളതെല്ലാം നിനക്കും, എനിക്കുള്ളതെല്ലാം എനിക്കും എന്ന് ചിന്തിച്ചാൽ നിനക്ക് സോഫിയാണ്. അല്ല, നിനക്ക് വേണ്ടത് ഗ്ലോറി ആണെങ്കിൽ കാൽവറിയിൽ തന്റെ രക്തം, തന്റെ കരങ്ങൾ അടിച്ച യേശുവിനെ നീ പിൻപറ്റുന്നെങ്കിൽ കുഞ്ഞെ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാൻ തന്റെ അടുക്കൽ വന്നവനോട് യേശു തമ്പുരാൻ പറഞ്ഞെങ്കിൽ ദൈവമക്കളെ കൊടുത്തു മുടിഞ്ഞവർ ആരുമില്ല. നമുക്ക് വേണ്ടി ഗ്ലോറിയാണ്. കാരണം നമുക്കൊരു കണക്ക് കൊടുക്കുവാനുണ്ട്. ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി കാൽവരിൽ യാഗമായ യേശുവിന് വേണ്ടി ജീവിക്കാനാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ ആരുടെ സമയം പോയിട്ടില്ല. ചില ദേവാലയത്തിലൊക്കെ പ്രസംഗം കഴിയുമ്പം പിന്നീട് പലരും ചോദിക്കാറുണ്ട്, അച്ഛാ ഞാൻ ഒരുപാട് തീരുമാനമെടുത്തു, പക്ഷെ ഇന്നും കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ടും എന്റെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ. നീ തീരുമാനമെടുക്കുക. എന്റെ ദൈവമേ, എനിക്ക് തന്ന ശമ്പളം, എന്റെ ആരോഗ്യം, എന്റെ കുടുംബ ബന്ധങ്ങൾ കൊണ്ട് പൂർവികരായ മാതാപിതാക്കളും പിതാക്കന്മാരും ചെയ്ത ത്യാഗം വെച്ച് നോക്കിയാൽ ഞാൻ എന്ത് ത്യാഗമാണ് എടുക്കുന്നത്? ഞാൻ എന്ത് ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ധാരണ ഇന്നും ഈ ഭൂമിയിൽ ഒരുപാട് ദോഷമുള്ളവരുണ്ട്, കൊലപാതകികളുണ്ട്. ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴും ഇന്നും ആരും അറിയാതെ അനേകം നന്മകൾ ചെയ്ത് തന്റെ പണവും തന്റെ സമയവും തന്റെ സാഹചര്യവും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ധാരാളം പേർ നമ്മുടെ സഭയിലുണ്ട്, മറ്റ് സഭയിലുണ്ട്, മറ്റ് മതങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി കത്താതിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെന്നെ കരിഞ്ഞു പോയേനെ. കാരണം ദൈവം തമ്പുരാൻ നമ്മളെ ആക്കിയിരിക്കുന്നത് നീ മാളത്തിൽ കയറി ലഘുവനെ പോലെ കഴിയാനല്ല. അത് മറന്നു പോകരുത്. സർവചരാചരങ്ങളെ തന്നിട്ടുണ്ട്, പക്ഷി മൃഗാദികളെ തന്നിട്ടുണ്ട്, സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒബദ്യാവിന്റെ പുസ്തകം 1:12 നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരന്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. നമ്മുടെ എല്ലാം ധാരണ പള്ളിയിൽ ദശാംശമല്ല. ശരിക്കും ഈ അടുത്തിടയ്ക്കാണ് ആ ഒരു കോട്ട് വന്നത്. ശരിക്കും ദശാംശമല്ല. ഇതാ കുടുംബ ഭവനകൂദാശയിൽ വായിക്കുന്ന ഏവൻഗേലിയിൽ കണ്ടില്ലേ, സക്കായി എന്ത് പ്രാർത്ഥനയാണ് നടത്തിയത്? നമ്മുടെ എല്ലാം ധാരണ ഈ മനപ്രാർത്ഥന. ശരിക്കും നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ മനപ്രാർത്ഥന ഇല്ല. നമുക്കുള്ള പ്രാർത്ഥന നമസ്കാരമാണ്. മാത്രമല്ല കുമ്പസാരത്തിന്റെ അനുതാപമാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, യേശു തമ്പുരാനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു. അവൻ ഒരു പ്രാർത്ഥനയും നടത്തിയില്ലല്ലോ. അവൻ എന്താ പറഞ്ഞ? കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ ദശാംശം കൊടുക്കുന്നല്ല, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ അപഹരിച്ചിട്ടുള്ള 1/4 വീതം തിരിച്ചു കൊടുക്കും. കൂടുതൽ പറഞ്ഞില്ല. നീ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. നമ്മുടെ ധാരണ നിരന്തരമായ ജൽപ്പനമാണ് പ്രാർത്ഥന. അല്ല, അതിനേക്കാൾ ഉപരി തിരുത്തുവാനുള്ള തിരുത്തി.
യേശുവെ ഞാൻ ആരാണ്? വിവേകാനന്ദന്റെ പ്രസംഗം എന്നും ഒന്നായിരുന്നു. എന്താ സബ്ജക്ട്? ഹു ആം ഐ? ദൈവമേ ഞാൻ ആരാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു ജീവിതമുണ്ടെങ്കിൽ ഓരോ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ സൂത്താറ നമസ്കരിക്കണം. സൂത്താറ നമസ്കരിക്കുമ്പോൾ കൗമ ചൊല്ലി, കരുണയുള്ള ദൈവമേ ഞങ്ങൾക്കുള്ള കർത്താവേ, 4-ാം സങ്കീർത്തനം ചൊല്ലി, ശുദ്ധമുള്ള പിതാവേ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ബെഡിലിരുന്ന് യോഗശാസ്ത്രം പോലൊന്നും ഇരിക്കണ്ട. യോഗശാസ്ത്രമായിട്ട് ഇരിക്കണ്ട. റിയലായി കട്ടിലൊന്നിരുന്നിട്ട്, അത് ഭർത്താവ് കാണണമെന്നില്ല, ഭാര്യ അറിയണമെന്നില്ല, മക്കൾ അറിയണമെന്നില്ല. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ആഴമൊന്നും ആരും അറിയണ്ട. അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുമ്പോൾ ആരോടെങ്കിലും പറയാറില്ലല്ലോ. നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം എന്താണെന്നും ലോകത്തൊരാളും അറിയണ്ട. ഞങ്ങൾ 3 വൈദികരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന അച്ഛനെ കണ്ടുപിടിക്കാൻ പാടാ. അതൊക്കെ നമ്മുടെ അളവിന്റെ, നമുക്ക് വരുന്ന മാനസികമായ അളവുകളാണ്. ഓരോ വൈദികന്റെയും ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന പ്രകാശം. എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലൊക്കെ വന്ന ചില രോഗപ്രയാസങ്ങൾ, ബന്ധുക്കളുടെയൊക്കെ 3-4 വൈദികരോടെ 3 കുർബാനയ്ക്ക് ഓർക്കാൻ പറയുമ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായി പുരോഹിതന്മാരെയൊക്കെ ആഴമായി ദൈവാത്മാവിൽ സ്നേഹിക്കണമെന്ന് പറയുന്നത്. കാരണം ആ കരമെടുത്ത് നിങ്ങൾക്കൊന്നും ബ്ലസ് ചെയ്താൽ, ആ കരമെടുത്ത് നെറ്റിയിലൊന്ന് തലയിലൊന്ന് വെച്ചാൽ അതൊരു പവറാ. അത് വിശ്വാസമുള്ളവർക്ക് ഈ ശീമാ നമസ്കാരത്തിൽ ഒരു പാട്ടുണ്ട്. താൽപര്യത്തോടാ പ്രാർത്ഥനയിൽ മുഴുകിയിടുന്നോൻ കണ്ടെത്തിയിടും സമ്പൂർണതൻ ഭംഗികളെല്ലാം. താൽപര്യത്തോടാ പ്രാർത്ഥനയിൽ മുഴുകിയിടുന്നോൻ കണ്ടെത്തിയിടും സമ്പൂർണതൻ ഭംഗികളെല്ലാം. എനിത്തിങ് പ്രസന്റ്, നീഡ്ലി പ്രസന്റ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവമക്കൾ എന്ത് ചെയ്യുമ്പോഴും അതൊരു സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ചെയ്തു നോക്കി. അത് പള്ളിയിൽ വരുന്നതാണെങ്കിലും, പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, കുർബാന കൊള്ളുമ്പോഴാണെങ്കിലും, മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുമ്പോഴാണെങ്കിലും, മറ്റുള്ളവരെ കരുതുമ്പോഴായാലും, ചില വ്യക്തികളെ നോക്കിയാൽ അറിയാം. എന്തെല്ലാം വീട്ടിൽ കൊടുത്താൽ മുഖത്ത് യാതൊരു ചുവവും കാണില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സൗന്ദര്യം എന്തുവാ എന്ന് പറഞ്ഞു? സൗന്ദര്യം ഞാൻ കറുപ്പാണോ വെളുപ്പാണോ മോനെ? വെളുപ്പ. എല്ലാവരും അങ്ങനെ പറയും. കറുപ്പും സൗന്ദര്യ പാട്ടുണ്ടല്ലോ, കറുപ്പിനഴകും വെളുപ്പിനഴകും. പക്ഷെ ഞാൻ പറയട്ടെ, കറുപ്പും വെളുപ്പും അല്ല സൗന്ദര്യം. നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. അതാണ് സൗന്ദര്യം, അല്ലേ? നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നുന്നതാണ് സൗന്ദര്യം. പണ്ടൊക്കെ കുർബാന തീരുന്ന 9:30-ക്കും 10 മണിക്കൊന്നും അല്ല. എന്റെ തലൂർ വലിയ പള്ളി, അച്ചാമ്മ ടീച്ചർ ഇന്നലെ വന്നല്ലോ, ഞങ്ങൾ സെയിം പള്ളിയാ. അവിടെ ചെറിയൊരു പള്ളിയായിരുന്നു, 465 വീട്ടുകാരാ. അന്ന് കുർബാന തീരുമ്പോൾ 11:30 മണിയാണ്. എന്നാലും മനുഷ്യർക്ക് ക്ഷീണമില്ല. അച്ഛന്റെ മുഖം കാണുമ്പോൾ ജനത്തിനും ഒരു സന്തോഷം, ജനത്തെ കാണുമ്പോൾ അച്ഛനും ഒരു സന്തോഷം. ഇന്ന് പലരും കൈമുത്താൻ വരുന്നത് കണ്ടാൽ അച്ഛനായിട്ട് 10 ലക്ഷം രൂപ കൊടുക്കാവുള്ളതുപോലെ. നമ്മൾ ആരോടാണ് വീർത്ത് കെട്ടിയ മുഖം? സന്തോഷമുള്ള പ്രഭാഷകനിൽ ഒരു വരിയുണ്ട്, സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധം, തകർന്ന മനസ്സ് സാവധാനമുള്ള മരണം. സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധം, തകർന്ന മനസ്സ് സാവധാനമുള്ള മരണം. നമ്മൾ ഈ പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന സമയത്ത് ദൈവിക സൗന്ദര്യത്തോടുകൂടി ജീവിക്കുവാൻ സാധിച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഒരു 10 രൂപ കൊടുത്താലും, അല്പം ആഹാരം കൊടുത്താലും, സ്നേഹത്തോടൊന്ന് നോക്കിയാലും, ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും നഷ്ടമാകാനില്ല. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട്, പുതിയ വർഷമാണല്ലോ അച്ഛ, ഞാനെല്ലാം മറക്കാം. 2025 ഡിസംബർ മാസം 5-ാം തീയതി മൈനാഗപ്പള്ളി വെച്ച് അവള് പറഞ്ഞ വരി ഞാൻ ചത്താലും മറക്കില്ല. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തെന്നറിയാമോ? ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പറയാമോ? കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ളവരാ, മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട് കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കരുത്. ദൈവമക്കളെ, ക്ഷമിച്ചേര്, മറന്നേര്. മൂവാറ്റുപുഴയിൽ ഒരു കല്ലറയിൽ ഒരു വരി ഞാൻ കണ്ടിട്ടുണ്ട്. അത് കല്ലറയെന്നോ പ്രത്യാശയുടെ ഉറവിടമൊന്നുമല്ല. ഒന്നും മിണ്ടിയേ പിന്നെ അവിടെ കാണില്ല, അവൻ പിന്നെ അവിടെ കാണില്ല. ഈ ലോകം അങ്ങനില്ലേ? പണ്ടൊക്കെ 80, 90, 100 വയസ്സ് കഴിഞ്ഞില്ലേ ലോകം വിട്ടു പോകുന്നത്. ഇപ്പോഴോ ഏത് പോസ്റ്റിൽ നോക്കി ചെറുപ്പക്കാരുടെ പടമല്ലേ? അപ്പൊ നമുക്ക് തന്നെ ഈ ക്ഷണികമായ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ്, മറ്റുള്ളവരെ സ്നേഹിച്ച്, ഈ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവർ കൊടുത്ത്, ഏത് പ്രായത്തിൽ ദൈവം വിളിച്ചാലും സന്തോഷത്തോടെ പോകാൻ പറ്റണം. പറയരുത് പവറുള്ള കൈയാണത്. ഇനി പവർ ആർക്കാണ്? ദൈവമക്കളെ, പുരോഹിതന്റെ കരത്തിനൊരു പവറുണ്ട്. അതുകൊണ്ടാണ് യെരമ്യാവിൽ പറയുന്നത്,
പുരോഹിതനും ജനവും തമ്മിൽ 2000 മുഴം അകലം വേണം. അതുകൊണ്ടാണ് അച്ഛന്മാർ പണ്ട് കൈ കൊടുക്കാറില്ല, ആർക്കും കൊടുക്കാറില്ല. ഇപ്പം കൈ കൊടുത്തു തുടങ്ങി. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പുരോഹിതന്റെ കരം ആബ്സല്യൂഷൻ കൊടുക്കാനുള്ള കൈയാണ്, കുർബാന കൊടുക്കാനുള്ള കൈയാണ്, ദൈവികമായ വചനങ്ങൾ ആഘോഷിക്കാനുള്ള കൈയാണ്, കൊണ്ടുവരാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വൈദികരെ ജനകീയരായി കാണരുത്. ജനകീയ വൈദികൻ ദൈവികനുമല്ല. അധരങ്ങൾ കൊണ്ട് പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കുന്നവൻ, ആ കരങ്ങൾ കൊണ്ട് കുർബാന കൊടുക്കുന്നവൻ, തീരാതെ കുർബാന സൂക്ഷിച്ച്, തീരാതെ തിരുവചനം സൂക്ഷിച്ച്, അധരങ്ങളിലൂടെ കരങ്ങളിലൂടെ കൊടുത്തിട്ട് ദൈവിക മൗത്വത്തിൽ തലമുറയ്ക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുന്ന ആ ഒരു പ്രകാശത്തിന്റെ ഉറവിടമാണ് പുരോഹിതനെങ്കിൽ, ഈ കരങ്ങൾ നിങ്ങൾ പ്രാപിച്ചിരിക്കുമ്പോൾ, ഈ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഈ കരങ്ങൾ കൊണ്ട് ദൈവം വിളിക്കുന്നതുവരെയും ഒരുപാട് നന്മ ചെയ്യണം. ഞാനിപ്പോൾ ഐതികനായിട്ട് 27 വർഷം കഴിഞ്ഞു. ആദ്യം വരുന്ന പള്ളിയുടെ പേര് പറയുന്നില്ല, വാലുവുകളെല്ലാം ബ്ലോക്കായ ഒരു സ്ത്രീ എനിക്കറിയാം. പണത്തിനൊരു കുറവുമില്ല. പക്ഷെ സർജറിയോടെ പേടിയുണ്ടായതുകൊണ്ട് അവർ ചെയ്യുന്നത് 2-3 സെർവന്റിനെ വിളിച്ചു വരുത്തി കുറെ അച്ചാറുകൾ ഉണ്ടാക്കി ആ പരിസരത്തുള്ള ഭവനങ്ങളെല്ലാം നല്ല ശുദ്ധമായ രീതിയിൽ കൊടുത്തിട്ട് ഈ പണം കൊണ്ടുവന്ന് മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ഫണ്ടിൽ അവർ കൊടുത്ത് ഏതാണ്ട് 83-ാമത്തെ വയസ്സിൽ ലോകത്തോടെ യാത്ര പറഞ്ഞു. അമ്മാമയ്ക്ക് ഇത്രയും രോഗമുണ്ടെങ്കിലും ഇത്രയും ഭാരവും പ്രയാസവും, ഭർത്താവ് തന്നെ നേരത്തെ മരിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിൽ തേജസ്സുള്ള സ്ത്രീകളിൽ കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട മാതാവ്. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നമുക്ക് തന്ന കരം കണക്ട് ടു മൈൻഡാ. ഈ കരം മുന്നിൽ ദൈവികമായി വരുന്നത് നമ്മുടെ മനസ്സുമായി വരുമ്പോഴാണ്. അങ്ങനെ വന്നാൽ അല്പം കൊടുത്താൽ മതി. യേശുക്രിസ്തു ദേവാലയത്തിൽ പണമിട്ടവരെ എല്ലാം നോക്കി. പക്ഷേ ഇട്ടതിന്റെ വലിപ്പമല്ല, ഇട്ടവന്റെ മനസ്സാണ് യേശു നോക്കിയത്. മനസ്സിലായില്ലേ? വിധവയാ ഇട്ട ധനം, അത് ഇട്ടതിന്റെ വലിപ്പമല്ല, ഇട്ടതിന്റെ മനസ്സാണ്, ഇട്ടവളുടെ മനസ്സാണ് കണ്ടതെങ്കിൽ ഇന്നും നമ്മുടെ കൈ സൂക്ഷിച്ചിട്ടില്ല. 2026 ഫെബ്രുവരി മാസം 5-ാം തീയതി ഒരു തീരുമാനമെടുക്കണം. എന്റെ ദൈവമേ, എന്റെ അടുക്കൽ ഏതെല്ലാം തരത്തിൽ ആരെല്ലാം വന്ന് മുട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ അപ്പമുണ്ടായിരുന്നു, എനിക്ക് കൊടുക്കാൻ സാഹചര്യമുണ്ടായിരുന്നു, ഞാൻ കരുതി വെച്ചു. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ വളരണം വളരണം വളരണം. അയ്യപ്പ പണിക്കർ പാടിയതുപോലെ, കാടവിട മക്കളെ നാടവിട മക്കളെ, യന്ത്രം കറക്കുന്ന തന്ത്രം ജപിക്കുന്ന മന്ത്രിമാരരുളാത്ത, കുടിലം കുലങ്ങളും ചുടിചാമ്പലാകാത്ത, കാടിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത, കുരുടയുടെ വേദാന്ത പടിമൊഴികൾ ഓതാത്ത, തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്തൊരെന്റെ നാട്, എന്റെ നാട്, എന്റെ നാട് എവിടെ എന്റെ മക്കളെ, കാബറ കോവളം ഉടന്തടി കഥകളി, മധുവിത് പൊന്മുടി പൊന്നു ബിസ്ക്കറ്റുകൾ, ഗൾഫ് കൊട്ടാരങ്ങൾ, കാണാത്തൊരെന്റെ നാട്, എന്റെ നാട് എവിടെ എന്റെ മക്കൾ. ഇതെല്ലാം കാണാം. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ മാസം ലിസ്റ്റ് വന്നില്ലേ, 2000 ശിഷ്ടം വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. പലതിലും പാമ്പ് കയറി തുടങ്ങി. വീടെന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, അത് വിട്ടുകളയാനുള്ളതെന്ന. വീടെന്ന വാക്കിന്റെ അർത്ഥം അത് വിട്ടുകളയാനുള്ളതാ. അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് ചൊല്ലുന്നുണ്ട്, നശ്വരമായ വീടേ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ജഡമനുഷ്യൻ ജഡത്തിൽ നാശത്തെ കൊയ്യും, ആത്മമനുഷ്യൻ ആത്മാവിൽ നിത്യജീവനെ പ്രാപിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ആദ്യത്തെ ആശയം അവസാനിപ്പിക്കട്ടെ. അർദ്ധരാത്രിയിൽ ഭവനത്തിൽ വന്ന് 3 അപ്പം വായ്പ ചോദിച്ച സ്നേഹിതനോട് വീട്ടുടമസ്ഥൻ പറയുന്നുണ്ട്, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു, എന്റെ കയ്യിൽ ഒന്നുമില്ല. രണ്ടാമത് പറയുന്നുണ്ട്, മൈ ഡോർസ് ആർ ക്ലോസ്, എന്റെ വാതിൽ അടച്ചിരിക്കുന്നു. യേശുദമ്പുരാൻ നമുക്ക് തന്ന 7 ധൈര്യങ്ങൾ ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. ഞാൻ ലോകത്തിന്റെ പ്രകാശം ആകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, വഴി സത്യവും ജീവനുമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, പുനരുദ്ധാനവും ജീവനുമാകും. അതിൽ ഏറ്റവും സ്ട്രോങ് ആണ് ഞാൻ വാതിലാകുന്നു. ഐ ആം ദി ഡോർ. ഈ ഡോറിന് 3 പ്രത്യേകതയുണ്ട്. 1 പ്രൊട്ടക്റ്റിംഗ്, 2 ഗൈഡിങ്, 3 ടീച്ചിങ്. ഇത് സംരക്ഷിക്കുന്നതാണ്, ഇത് പഠിപ്പിക്കുന്നതാണ്. 3 ഇത് ഗൈഡ് ചെയ്യുന്നതാ. ഇടയനും ഡോറും സെയിം വേ ആണ്. ഓർക്കണം, നമ്മുടെ ഭവനം ഹൃദയമാകുന്ന വാതിലുമുണ്ട്, നമ്മൾ ഭൗമികമായ ഒരു വാതിലുമുണ്ട്.
അതുകൊണ്ടാണ് പാമ്പാക്കോട നമസ്കാരത്തിൽ ഈ തിരുവചനം വായിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഐ ആം ദി ഡോർ. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവാകുന്ന വാതിൽ തുറന്നാൽ നമ്മുടെ ഭവനങ്ങളെല്ലാം ദൈവിക പ്രകാശമായി, അത് അനേകർക്ക് സംരക്ഷണം കൊടുക്കുന്നതാ. ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ എത്ര പ്രയാസമുണ്ടെങ്കിലും ആരെങ്കിലും വിരുന്നു വരും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ ഇന്നത്തെ ആപത്തിന്റെ മെയിൻ വിഷയം എന്തെന്നറിയാമോ? തിരുവചനം പറയുന്നുണ്ട്, അതിഥി സൽക്കാരം ആചരിപ്പീൻ, അതിഥി സൽക്കാരം ഉത്സാഹിപ്പീൻ. അതിഥി ദേവോ ഭവ, മാതാ ദേവോ ഭവ, ഗുരു ദേവോ ഭവ. സഹോദരങ്ങളെ, പണ്ട് വിരുന്ന് വന്നാൽ അതിന് രാവിലെ കാക്ക കരയും. കാക്ക കരയുക മാത്രമല്ല, ഭവനത്തിൽ ഉത്സാഹം. എന്താ, പണമുണ്ടായിട്ടാണോ, ഭക്ഷണം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. ഈ വിരുന്നുകാർ വരുമ്പോൾ കുടുംബത്തിൽ അത് അവരുടെ സൗന്ദര്യം നോക്കിയല്ല, നിറം നോക്കിയല്ല. അന്ന് കൊച്ചപ്പനും ചിറ്റപ്പനും മാവനും മാവിയൊന്നും കണ്ടാൽ സാധാ മുണ്ടുമുടുത്ത് മുടിയും നരച്ചു വരുന്ന ചിറ്റപ്പനെയും കൊച്ചപ്പനെയും എല്ലാം കൊച്ചുമക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അമ്മയപ്പന്മാർ പറയും, ഇന്ന് വരും, ഇന്ന് വരും. വന്നാൽ കൊടയെടുത്ത് മാറ്റിവെക്കും, പേഴ്സ് എടുത്ത് ഒളിച്ചു വെക്കും. എന്തിനാന്നറിയാമോ? അവർ ഇന്ന് പോകരുത്. അന്ന് മുറി കുറവാ. ഇന്നാണെങ്കിലോ 12 മുറി, 32 താക്കോൽ, വാലില്ലാത്ത ഒരു പട്ടി, അതിനേക്കാൾ വലിയൊരു ഗേറ്റ്, അതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു മതിൽ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ അധ്വാനിക്കും, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ഇതാ വന്നു കഴിഞ്ഞാൽ അവരെ താമസിപ്പിക്കും. 2 ദിവസം മിനിമം വീട്ടിൽ കാണും. 3ന്റെ അന്ന് ഒരു ഡോർ തുറക്കും. എന്താ, മനസ്സില്ല, മനസ്സോടെ അവരുടെ കൊടയും വടിയും പേഴ്സും എടുത്ത് കൊടുത്തിട്ട് പറയും, കണ്ണങ്ങ് നിറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് അടുത്ത ചോദ്യമുണ്ട്, ഇനി എന്നാണ് പറഞ്ഞേ, ഇനി എന്നാണ് വരുന്നത്? സഹോദരങ്ങൾ, ഇതൊന്നും മാനുഷിക വാക്കുകളല്ല. നമ്മുടെ ഭവനത്തിൽ ഹൃദയത്തിന്റെ വാതിൽ, എന്റെ വാതിൽ അടച്ചിരിക്കുന്ന, അവിടെ മറ്റൊരു സെന്റൻസും കൂടി ഈ വീട്ടുടമസ്ഥൻ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉറങ്ങുക. എന്നാ ബുദ്ധിമുട്ടാന്നറിയില്ലേ? എന്റെ മക്കൾ എന്നോടൊപ്പം ഉറങ്ങുക. വിശപ്പിന് വന്ന് വിളിച്ചപ്പോൾ ഈ വീട്ടുടമസ്ഥൻ പറയുകയാണ്, എന്റെ വാതിൽ അടച്ചിരിക്കുന്നു, എന്റെ മക്കൾ എന്നോടൊപ്പം കിടന്ന് ഉറങ്ങുന്നു. അതാണോ വലിയ ബുദ്ധിമുട്ട്? അതാണോ വലിയ ബുദ്ധിമുട്ട്? കുഞ്ഞെ, നിന്നെ ദൈവമാക്കിയിരിക്കുന്നത് ഓർക്കണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, ടാലന്റും കഴിവും കൊടുക്കാൻ ആരെ ഈ മണ്ണിലാക്കിയിട്ടില്ല. ടോണച്ചന്റെയും ഈ ഇരിക്കുന്ന ഓരോ വൈദികർക്കും ഓരോ കഴിവും താലന്തുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളുടെ കഴിവിൽ അസൂയപ്പെടാനോ അതുപോലെ നമ്മുടെ കഴിവ് കുറവിൽ നിരാശപ്പെടാനോ പോകരുത്. നമ്മൾ വിചാരിച്ചാൽ, കഠിനാധ്വാനം ചെയ്താൽ അന്നും ഇന്നും നിരാശ, ഈ ബൈബിളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നിരാശയെന്നും പ്രശ്നമെന്ന് 2 വാക്ക് ബൈബിളിലില്ല. നോക്കിക്കൂ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചാൽ നിരാശയെന്നും പ്രശ്നമെന്ന് 2 വാക്ക് ബൈബിളിലില്ല. ദൈവമക്കൾക്ക് നിരാശയില്ല, ദൈവമക്കൾക്ക് പ്രത്യാശയുള്ളൂ. ടേൺഡ് ഗോഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മളെല്ലാം ഈ ഹൃദയമാകുന്ന വാതിൽ മുകളിലോട്ടേ നോക്കാറുള്ളൂ. പക്ഷെ മുകളിലോട്ട് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, താഴോട്ടൂടെ നോക്കണം. മനസ്സിലായില്ലേ? ഈ ബസ്സിലൊക്കെ കയറുമ്പോഴേ അറിവുള്ളവരാണെങ്കിൽ 2 കമ്പി വണ്ടിക്കകത്ത് കാണും. അറിവില്ലാത്തവരാണെങ്കിൽ ഈ ഒരു കമ്പിക്കകത്ത് പിടിക്കും. ഒരു ബ്രേക്ക് ചവിട്ടിയാൽ 1 റൗണ്ട് കറങ്ങി അവിടെ വീഴുകയും ചെയ്യും. പക്ഷെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? താഴോട്ടൊരു കമ്പിയുണ്ട്, അതിലും പിടിക്കും. ശമൂവേൽ ബാലനോ വളർന്നു വരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി മാറി. ശമൂവേൽ ബാലനോ വളർന്നു വരും തോറും ദൈവത്തിനും മനുഷ്യനും പ്രീതിയുള്ളവനായി മാറിയെങ്കിൽ ദൈവമക്കളെ, വാതിൽ തുറന്നു കൊടുക്കേണ്ട ആർക്കാണെന്നറിയാമോ? നമ്മൾ വലുതായപ്പോൾ ചെറുതായവരുണ്ട്, അവർക്ക് ആ വാതിൽ തുറക്കേണ്ടത്. മനസ്സിലായോ അർത്ഥം? നമ്മൾ വലുതായപ്പോൾ ചെറുതായവരുണ്ട്. ആര്? നീളമുള്ള മക്കളുടെ അമ്മയപ്പന്മാർ ചെറുതായിരിക്കും പൊതുവെ. കാരണം വയസ്സ് എന്ന തലകൂനി കഴുത്തു കുനിച്ചു. പക്ഷെ ചെറുതായവനാവും വലിയവനെ. ഈ കണ്ണുകൊണ്ട്, നിന്റെ മനസ്സുകൊണ്ട് നീ ഓർക്കണം, നമ്മൾ ആരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പറഞ്ഞേ, നമ്മുടെ ഈക്വൽ സ്റ്റാറ്റസ്, അതിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടിരിക്കണം. പ്രഭാഷകൻ പറയുന്നുണ്ട്, നിന്നേക്കാൾ അധികം സമ്പന്നനുമായി നീ ഇടപെടരുത്. നിന്നേക്കാൾ അധികം സമ്പന്നനുമായി നീ ഇടപെടരുത്. കാരണം നിന്നെ വിഭവം കൊണ്ട് നിന്നെ
ലജ്ജിപ്പിക്കും. സൽക്കാരം കൊണ്ട് നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനായി മാറും. മനസ്സിലായോ? നിന്നേക്കാൾ അധികം സമ്പന്നനുമായി നീ ഇടപെട്ടാൽ സൽക്കാരം കൊണ്ട് നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനായി മാറും. ദൈവമക്കളെ, അതിന്റെ അർത്ഥം സമ്പത്തുള്ളവരെയും പണക്കാരെയും ഒന്നും വേണ്ടാന്ന് വെക്കാം. അവരൊക്കെ ആയിരിക്കട്ടെ. അതിനേക്കാൾ ഉപരിയായി നമ്മളോടൊപ്പം പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ ചെറുതായവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, കാലൊടിഞ്ഞവരുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്. അവരെയൊക്കെ വല്ലപ്പോഴും ഒന്ന് പോയി കണ്ടിട്ട് ഒരല്പം മുന്തിരിങ്ങ, അല്പം ഫ്രൂട്ട്സ്, അല്പം പണം അതൊന്നും കൊടുത്തില്ലെങ്കിൽ കൂടെ പഠിച്ച സ്നേഹിത എന്തുണ്ട് വിശേഷമെന്ന് അടുത്തൊന്നിരുന്ന് നിന്റെ ഹൃദയവും ആ ഹൃദയവും തമ്മിൽ ഒന്ന് സംസർഗം ചെയ്ത് ആബോ പിതാവിന്റെ മധ്യസ്ഥത ഇവിടെ ഇറങ്ങി വരും. നിന്റെ കണ്ണുകത്ത് മുഖം പ്രകാശിക്കുന്നത് ടൈറ്റസ് ജനല പറയുന്നത്. എന്റെ അനുഭവത്തിൽ വൈദികനായിട്ട് ഞാൻ അടുത്തിടെ തിരിച്ചറിഞ്ഞ ഒരു സത്യം ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയാം. നമ്മൾ വലുതായപ്പോൾ ചെറുതായവരെ വലുതായി കാണുക. അതാണ് യേശുക്രിസ്തുവിന്റെ കിനോട്ടിക് പാസേജ് പറയുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഇതാണ് നമ്മുടെ വലിപ്പം. നീ എത്രമാത്രം ഉന്നതനാണോ നീ അത്രമാത്രം വിനീതനാകുക. തിരുവചനം പറയുന്നുണ്ടല്ലോ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ബാക്കി പറഞ്ഞേ, അനർഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ദൈവമക്കളെ, ഇന്നു മുതൽ തീരുമാനമെടുത്ത് ഞാൻ തന്നെ എന്റെ കാറിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മദേഴ്സ് കെയർ. ഈ കഴിഞ്ഞ കുറെ നാളുകളായി പാവപ്പെട്ട അമ്മയപ്പന്മാർ അടുത്ത് പോയി കുറെ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. വലിയ പ്രാർത്ഥനയൊന്നുമില്ല, വർത്തമാനം പറഞ്ഞ് ഒന്ന് കയ്യേൽ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ച് അല്പം ഫ്രൂട്ട്സോ അല്പം മരുന്നൊക്കെ കൊടുത്തു വരിക. വല്ലപ്പോഴും മെഡിക്കൽ കോളേജ് RCCയിൽ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോകുന്നു. ഈ അടുത്തിടയ്ക്ക് പ്രസംഗത്തിന് പോകുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് കിട്ടിയത് ഇതിലൂടെയാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, കുഞ്ഞെ നിനക്ക് വാതിലാവാൻ ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നില്ല. ഞാൻ ദാഹിച്ചവനായിരുന്നു, നീ എനിക്ക് വെള്ളം തന്നില്ല. ഞാൻ തടവറയിലായിരുന്നു, നീ എന്നെ വന്നു കണ്ടില്ല. ഞാൻ വിശന്നവനായിരുന്നു, നീ ആഹാരം തന്നില്ല. യേശുവേ, അതെപ്പോഴാണ് നിങ്ങളിൽ എളിയവർക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യും. നിങ്ങളിൽ എളിയവർക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങൾ എണ്ണി വെച്ചു. പ്രത്യേകിച്ച് ഭക്തിയെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഒന്ന് പറയുന്നുണ്ട്. എന്താണ് ഭക്തി? ബ്ലെസ്സിംഗ് പ്രയർ മാത്രം കേൾക്കുന്ന നല്ല ഭക്തി. അനാഥരെയും വിധവമാരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ സൂക്ഷിക്കുന്നതുമാണ് ഭക്തി. മനസ്സിലായില്ലേ? അനാഥരെയും വിധവമാരെ അവിടെ സങ്കടത്തിൽ ചെന്ന് കാണണം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ സൂക്ഷിക്കണം. അതാണ് ഭക്തി. പക്ഷെ നമ്മൾ ധരിക്കുന്നത് ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പന വേണ്ട, യേശു പഠിപ്പിച്ച സെർമൺ ഓൺ ദി മൗണ്ട് വേണ്ട, ധാർമ്മികത വേണ്ട, എന്തെങ്കിലും ജൽപ്പനമായിട്ട് 4 വരി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി ആർഭാടമായി ജീവിച്ച് വാതിലും കട്ടളകളും മുറുക്കി അടച്ച് എത്രമാത്രം സേഫ്റ്റി ആകുന്നു. എന്നാ സേഫ്റ്റിയാണ് നമുക്കുള്ളത്? ഇപ്പം തന്നെ ഒരുപാട് കോൺഫിഡന്റ് ഗ്രൂപ്പൊക്കെ നമ്മൾ കേട്ടു. ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നവരാ. ഞാൻ ചോദിക്കും, എന്നാ മോട്ടിവേഷൻ ആർക്ക് തരാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്, കുഞ്ഞെ കുറിയേലായ്സോൻ, നീ കുമ്പിട്ടും നമസ്കരിച്ചും ജീവിക്കണം. നമുക്കൊന്നും ഐ വില്ലില്ല, ഐ ഷാളേ ഉള്ളൂ. ഇവിടെ വിവാഹ ഉദാശയുടെ എടുത്തു വായിക്കുമല്ലോ, ചെയ്യുമെന്നല്ല, ദൈവേഷ്ടമായാൽ. ദൈവേഷ്ടമാണെങ്കിൽ നാളെ എന്ന് പറയാൻ പറ്റൂ. യേശു തമ്പുരാൻ പറഞ്ഞു, ആരെയും മൂടാന്ന് വിളിക്കരുത്. മൂടാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ യേശു മൂടാന്ന് വിളിച്ചു. ആരെയാ? ഞാൻ സമർത്ഥമായ വിളകൾ കൂട്ടിവെച്ച് കളപ്പരയിൽ വെച്ച് തിന്ന് കുടിച്ച് സുഖിച്ചുമെന്ന് ജീവിക്കുന്ന മനുഷ്യനെ വിളിച്ച പേരാണ് മൂടാ. ഇന്ന് രാത്രി നിന്റെ ജീവനെ നിന്നോട് ചോദിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കേണ്ടത്, നമുക്ക് ദൈവം തന്ന ഭവനം അനേകർക്ക് ഡോറായി മാറണം. നമ്മുടെ ഹൃദയ കവാടം തുറന്നാൽ മാത്രമേ നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ലളിതമായ ആഴമുള്ള ഒരു വാക്യം പറയുന്നുണ്ട്, ഈ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കരുത്. അതിന് 3 കാരണമാണ് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവ് 586 ദേവാലയം ചുട്ടുകരിച്ചപ്പോൾ കല്ല് ചട്ടക്കൂട് മാത്രം ശേഷിച്ചു. ഉടനെ ഇവർ അവിടെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി പള്ളി പണിയണ്ട, ഇനി കല്ല് ചട്ടക്കൂടിനെ ആരാധിച്ചാൽ മതി. 2 പാർസി രാജാവായ കോരസ് കമ്പേസസ് ഈജിപ്റ്റ് ആക്രമിച്ചപ്പോൾ ധാരാളം പേർക്ക് ക്ഷാമം ഉണ്ടായി. ഉടനെ അവർ ധരിച്ച് തങ്ങളുടെ ക്ഷാമം മാറിയിട്ട് പള്ളി പണിയാം. 3ാമത് അനേക വിശ്വാസികൾ പള്ളി പണിയാൻ കൊണ്ടുവന്ന് തടിയെടുത്ത് സ്വന്തം തട്ടുകൾ പണിഞ്ഞു.
ആ തട്ട് പണിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നീ ചെയ്യുന്ന സകലത്തിന്മേലും ഞാൻ എന്റെ വറുതിയെ വിളിച്ചു വരുത്തും. വൃക്ഷത്തിന്മേൽ, മൃഗങ്ങൾമേൽ, ധാന്യത്തിന്മേൽ, വീഞ്ഞിന്മേൽ, നീ ചെയ്യുന്ന സകലത്തിന്മേൽ ഞാൻ എന്റെ വറുതിയെ വിളിച്ചു. പക്ഷെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എങ്ങനെ? നീ ആലയം പണിയും. നീ ആലയം പണിഞ്ഞാൽ ഡേറ്റ് സഹിതം പറയുന്നുണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. നമ്മളെല്ലാം പലതിനും പെൻഡിങ് ഇടുന്ന എവിടെയാണ്? പള്ളി കാര്യത്തില്, പ്രാർത്ഥനയുടെ കാര്യത്തിൽ. മറ്റൊന്ന് ചിന്തിച്ചു നോക്കുകയും, യേശു എന്ന വാതിൽ നോക്കി ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അവർ പ്രാർത്ഥന മുടക്കില്ല. ഇപ്പം നമ്മൾ ടൂർ പോയിട്ട് തിരിച്ചു വന്നാൽ, 2-3 ദിവസം ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു, അർദ്ധരാത്രിയിൽ വന്നു, നമ്മൾ എന്നാ ചെയ്യുന്നത്? ഫോൺ കോൾ തിരിച്ചു വിളിക്കില്ലേ? വിളിക്കും. ഇനി ഭക്ഷണം കഴിക്കുന്ന മാറ്റി വെക്കൂ, കുളിക്കുന്ന മാറ്റി വെക്കൂ, ആകെ മാറ്റി വെക്കുന്ന എന്താ? പറ. പ്രാർത്ഥന. തമ്പുരാൻ പിണങ്ങത്തില്ലെന്നറിയാം, പക്ഷെ അതല്ല മാറ്റി വെക്കേണ്ടത്. കുഞ്ഞെ, നിന്റെ ജീവശ്വാസം ആ വാതിൽ അറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ കണ്ണിപ്പിന്റെ ശുശ്രൂഷയ്ക്ക് മറയിട്ടിട്ട് എല്ലാവരും കൂടെ പാടുന്ന പാട്ടാണ് അൻപുടയോനെ. അത് പഴയ ട്യൂണിൽ ഒരുമിച്ചൊന്ന് പാടിയേ. അൻപുടയോ, പുരുഷന്മാരുടെ ട്യൂണാ ഇത് പ്രധാനം. എല്ലാവരോടും ഒന്ന് പാടിയേ. അൻപുടയോ നീ വാതിൽ ഹാലേലൂ. പുരുഷന്മാർ ചില സൗണ്ട് കൂട്ടി. മൂട്ടുന്നു ദാസർ. ഞാൻ ആഗ്രഹിച്ചതുപോലെ. നിങ്ങൾ നല്ല പാട്ടുകാരാന്ന് എനിക്കറിയാം. ടോണച്ചൻ ഇല്ല എന്നെ ലീഡ് ചെയ്യുന്നത്. അടുത്ത വരി ഒന്ന് പാടി. സൗണ്ട് കൂട്ടെ. ആവേശ. കറക്റ്റ്. ആടിയാരേ ബാറയ്ക്കുമോ. എപ്പോഴും നമ്മൾ ഓർക്കണം, കൊയറും സിസ്റ്റവും മൈക്കൊക്കെ നല്ലതാണ്, പക്ഷെ ഇതെല്ലാം വരുമ്പോഴും നമ്മുടെ ആരാധനയിൽ ഈ അടുത്തിടെ വന്നൊരു വിഷയം, ഈ കൊയറിനോടൊപ്പം തന്നെ ജനങ്ങളോട് പാടാത്ത ഒരവസ്ഥ. നമ്മൾ ആ കുർബാനക്രമം നോക്കിയാൽ അറിയാം. പട്ടക്കാർക്കും ശുശ്രൂഷക്കാർക്കും പാട്ടില്ല, അവർക്ക് പ്രാർത്ഥനയാണ്. ശുശ്രൂഷക്കാർക്ക് ഇടവായനയാണ്. വാക്യവും പ്രതിവാക്യവും പാട്ടും ആർക്ക്? ജനങ്ങൾക്കാണ്. നമ്മൾ ഒരുമിച്ച് ഇതേപോലെ പാട്ടുകളൊക്കെ പാടിയ കുർബാന തീരരുതേന്നായിരിക്കും. നമ്മുടെ പ്രതിവാക്യം തന്നെ നോക്കി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രതിവാക്യം പറഞ്ഞേ, ഉണ്ടായിരിക്കട്ടെ. എല്ലാ പാട്ടുകളും ശരിക്കും ജനങ്ങളൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചേർന്നൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഈ വാതിലാകുന്ന ആ ഇടയന്റെ ഹൃദയവാതിൽ തുറന്നു കിട്ടുവാൻ ദൈവമക്കളെ രാവിലെ തന്നെ വരണം. രാവിലെ തന്നെ വരണം. പലരും ധരിക്കുന്നത് ഈ കുർബാന ഒരു പകുതിയായി തീരാറാവുമ്പോൾ അങ്ങനെ വരരുത്. ഇനി ചിലർ ചോദിക്കാറുണ്ട്, അച്ഛാ എന്നും ഒരു കുർബാനയില്ല. അല്ല, എന്നും ഒരു കുർബാനയല്ല. കുർബാനയിൽ 13 ക്രമങ്ങളുണ്ട്. കുർബാനയിൽ തുബ്ദേൻ 6 അല്ല 18 6 ശുശ്രൂഷകർ വായിക്കും, 6 അച്ഛൻ പരസ്യമായിട്ട് വായിക്കും, 6 അച്ഛൻ രഹസ്യമായിട്ട് വായിക്കും. നിങ്ങൾ ഇതിന്റെ രഹസ്യങ്ങളൊക്കെ പഠിച്ചാൽ തലവെട്ടി മാറ്റിയാലും സഭ വിട്ടുപോകില്ല. ഞാൻ എഴുതി വെച്ച് തരാം. തലവെട്ടി മാറ്റിയാലും സഭ വിട്ടുപോകില്ല. കാരണം ദൈവത്തിന്റെ വാതിൽ തുറന്നു തരുന്ന ആരാധന. ഇതിന്റെ ഒരു വരി വെട്ടാനില്ല, ഒരു വരി മുറിക്കാനില്ല സഹോദരങ്ങളെ. അത് തിരിച്ചറിയണം. ഇതിൽ നിങ്ങൾ ചേർന്ന് നിന്നാൽ പിന്നെ ഇതിന്റെ ചിലർ വരച്ച അതിന്റെ അർത്ഥവും വരികളൊന്നും എന്തിനാ ഒരുപാട് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഹാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ എല്ലാം നമുക്കറിയാം? അറിയില്ല. ഒരുപാടൊന്നും പഠിക്കാൻ നോക്കണ്ട. വിവാഹ കൂദാശയുടെ 2ാമത്തെ ക്രമത്തിൽ ഒരു സദറയിൽ പറയുന്നുണ്ട്, ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വങ്ങൾ ആരാധിക്കാൻ അല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവൻ. കുഞ്ഞെ, നീ എത്ര പഠിച്ചാലും ദൈവത്തെ ഒരു പരിധിക്കപ്പുറം ആരാധിക്കാനേ പറ്റൂ.
നിനക്ക് പരിശോധിക്കാനും തിരിച്ചറിയാനും പറ്റില്ല. സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യന്റെ അടുത്ത് മുട്ടാറില്ല. അർത്ഥം മനസ്സിലായില്ലേ? സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യന്റെ അടുത്ത് മുട്ടാറില്ല. നമ്മളിത് ഒരുപാട് പഠിക്കാനൊന്നും പോകണ്ട. പക്ഷെ ഒരു കാര്യം നീ അറിയണം, കൃത്യമായി ഒരുങ്ങി തലേന്ന് വൈകിട്ട് സങ്കീർത്തനങ്ങൾ 7 വായിക്കണം. 6, 32, 38, 51, 102, 129, 142. 51 സങ്കീർത്തനം 3 പ്രാവശ്യം വായിക്കാതെ ഒരു പുരോഹിതന് മദ്ബഹ കയറാൻ അനുവാദമില്ല. സന്ധ്യയ്ക്ക്, പ്രഭാതത്തിനും വീണ്ടും തുയോബയ്ക്ക് കയറുന്നതിന് തൊട്ടുമുമ്പും. ഈ ക്രമങ്ങളെല്ലാം കൃത്യമായി ചൊല്ലി കുർബാന ചൊല്ലി പുറത്തിറങ്ങുന്ന ടോണച്ചനോടും ഇരിക്കുന്ന വൈദികരോടും ചോദിച്ചേ അതൊരു വാതിൽ തന്നെ തുറന്നു കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ കൈമുത്തി തക്സ മടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ബലിപീഠമേ സമാധാനത്താൽ വരിക. ഇനിയൊരു കുർബാന എനിക്ക് അർപ്പിക്കാൻ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിരാശനായിട്ടല്ല പോകുന്നത്. ഒരു പക്ഷെ എന്നെ ദൈവം വിളിച്ചാലും ക്രോബേന്മാരോട് സ്രോപ്പേന്മാരും കൂടി എന്നെ എണ്ണണമെന്ന് ചൊല്ലിയിട്ടാണ് ഓരോ പുരോഹിതനും തക്സ മടക്കി മെഴുകുതിരി അടച്ച് മദ്ബഹയുടെ പടി ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, 5 ആഴ്ച മുമ്പ് ഞായറാഴ്ച മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മദിനമായിരുന്നു, ഡിസംബർ 21. എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നുപോകാത്ത ഒരു സംഭവമുണ്ട്. ആ ദിനങ്ങളെല്ലാം കരോൾ ദിനങ്ങളാണ്. പക്ഷെ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ സാധാരണ മദ്ബഹയ്ക്കകത്ത് കയറിയാൽ ഇറങ്ങി വന്ന് ഹുസോ കൊടുക്കില്ല. ആദ്യം ചെല്ലുന്ന 2-3 ആഴ്ച കൊടുത്തിട്ട് പിന്നെ മനസ്സിലാക്കി കൊടുക്കും. പിന്നീട് അവസാനം രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നാ കൊടുക്കും. അങ്ങനെ കൊള്ളാവൂ. നമ്മൾ ഇടയ്ക്ക് വന്ന് കയറരുത്. ഇന്ന് വളരെ അലസമായി വന്ന് കുർബാന കൊള്ളുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് നിത്യജീവന്റെ ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി ആണ്. ഇത് അമർത്യതയുടെ ഔഷധമാണ്. ഇത് കൊണ്ടാൽ നിന്റെ കണ്ണുകത്ത്, നിന്റെ മനസ്സ് പ്രകാശിക്കും. ഇത് തീക്കട്ടയാണ്. മറിച്ച് നിങ്ങളിൽ പലരും സൂക്ഷിച്ചു കൊള്ളാത്തോണ്ട് നിങ്ങൾ രോഗികളായി മാറുകയാണ്. പശുവിന്റെ പാല് നല്ലതാ. എടുക്കുന്ന പാത്രം മോശമാണെങ്കിൽ പാലിന്റെ കുറ്റമല്ല, പാത്രത്തിന്റെ കുറ്റമാണ്. അതുകൊണ്ട് തലേന്ന് വൈകിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് മൗനമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വരി എന്താ? ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. നമ്മുടെ രക്ഷകന കബറിൻ ഉയർപ്പുണ്ടി ഏറ്റൊരു രാവിൽ നാം എല്ലാരും ഉറക്കമുണർ ഒന്നായി സ്തുതി പാടിയിടേണം. ഞായർ ദിവസം അതിൽ ദൈവസുതൻ കബറിനുള്ളി നേറ്റു സ്തുതി സകലാധിപനെന്നേവം സഭയും മക്കളുമാർക്കുന്നു. യൂട്യൂബിലൂടെ എന്റെ 2 വരി ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ എങ്ങനെയാ പോകേണ്ടത്? വിജ്ഞാനി നിമ്മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം. പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കേണം. കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ദേവാദേവാ ഉത്തരമരുളി കാരുണ്യം ചെയ്തേകിടണം. മനുജാത്മാക്കൾ അനുതാപം നീ. എല്ലാ പാട്ടുകളും എൻഡിങ് ഇങ്ങനെ. അത് വിവാഹ ഉദാശിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെയാ. നിങ്ങൾ ഇങ്ങനെ വന്നേ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ശനിയാഴ്ച ഞായറാഴ്ച രാവിലേക്ക് ഒരുപാട് വിഷമമായിട്ടാ പള്ളി പോകുന്നത്. പക്ഷെ പള്ളി വന്ന കുർബാനയ്ക്ക് ആദ്യോടെ അവസാനം നിന്ന് യാചിക്കേണ്ടും അൻപുടയോനെയൊക്കെ പാടി കഴിയുമ്പോൾ ദൈവമേ, ആ കിട്ടിയ ഹൃദയ കവാടം സമാധാനത്താൽ പോകാനെന്ന് പുരോഹിതൻ പറയുമ്പോൾ കിട്ടുന്ന ഒരു ദൈവിക സമാധാനം. അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം, പുരോഹിതൻ നിങ്ങളുടെ നേർക്ക് തിരിയുമ്പോൾ മേ എന്നല്ല പറയണ്ട, ആകട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതനാകണമേ എന്നല്ല പറയുന്നത്, ആകുമാറാകട്ടെ. നിങ്ങൾക്ക് പ്രഖ്യാപനം. പക്ഷേ അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ മേ എന്ന് പറഞ്ഞ് പ്രാപിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛൻ ചോദിച്ചു വാങ്ങുന്ന തിരിച്ച് നിങ്ങൾക്ക് തരിക. അതുകൊണ്ടാണ് ഈ കുർബാനയൊക്കെ ഇടയ്ക്ക് കൈയൊക്കെ തരുമ്പോൾ, ഈ സമാധാനമൊക്കെ തരുമ്പോൾ തല കുനിച്ച് നേരെ കുരിശു വരച്ചങ്ങ് സ്വീകരിച്ചു പോകണം. ആ പവറൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് ദൈവികമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇന്നൊരു വേറെ വിഷയം പറ്റിയിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ കുർബാനയ്ക്ക് വിലയിടുന്നത് അച്ഛന്റെ സൗണ്ടും കാപ്പയുടെ കളറും കൂത്തോമ്മയുടെ സ്വരവും, ഇതൊക്കെ ഒരു ഭാഗമെന്നേ ഉള്ളൂ. പണ്ടത്തെ വൈദികർക്കൊന്നും കാപ്പ അധികമില്ല, മൈക്കില്ല, കൊയറില്ല. ഇവാനി സിനിമേനിയുടെ ഒക്കെ കബറിങ്കിലൊന്നും വലിയ ട്യൂൺ ഉണ്ടായിട്ടല്ല പൂച്ച വരുന്നത്. ഒസ്താദ് സിനിമേനി ചൊല്ലുന്ന പലപ്പോൾ തിരിയില്ല. പക്ഷെ ആ പരിശുദ്ധന്റെ ഒക്കെ കബറിടങ്ങളിൽ കണ്ണുനീരൊടുക്കുന്നതിന്റെ കാരണം ഹൃദയത്തിന്റെ കവാടം ദൈവ കവാടമായി ബന്ധിച്ചത് കൊണ്ടാണ്. നന്നായി കുർബാന അർപ്പിക്കുന്നത് ഒരു അച്ഛന്റെ ദൈവിക കഴിവല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമിട്ട് അച്ഛന്മാരെ നമ്മൾ വിലയിടരുത്. ഓരോ പുരോഹിതനും ഓരോ
കുർബാന കഴിയുന്തോറും പവറിൽ നിന്ന് പവറിലേക്ക് മാറുകയാണ്. ചെറുപ്പം മാത്രം മതിയെന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങൾ വയസ്സ് ചെല്ലുമ്പോൾ എവിടെ പോകും? അങ്ങനെയൊന്നും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പുരോഹിതനും നമ്മൾ വിലയിടരുത്. വൈദികന്റെ കഴിവെന്ന് പറയുന്ന ദൈവജനത്തെ, അവിടെ ഹൃദയ കവാടങ്ങളെ പുരോഹിതൻ ദൈവത്തിന്റെ കവാടമായി ബന്ധിക്കപ്പെട്ടിട്ട് റൂഷ്മായാൽ നിങ്ങൾക്ക് തരുന്ന ഒരു സമാധാനത്തിന്റെ കവാടമുണ്ട്. അത് കിട്ടുമ്പോഴാണ് നമ്മുടെ ഹൃദയ കവാടം മറ്റുള്ളവർക്കായി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ തുറന്ന വാതിൽ നമ്മുടെ മക്കളെ ഓർത്ത് പറയരുത്, എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നു, എന്റെ വാതിൽ അടച്ചിരിക്കുന്നു. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു, എന്റെ കയ്യിൽ ഒന്നുമില്ല. രണ്ട്, എന്റെ വാതിൽ അടച്ചിരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉറങ്ങി, മൈ ഡോട്ട്സ് ആർ ക്ലോസ്ഡ്. ഒരെണ്ണം കൂടി പറയട്ടെ, ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ അതിനൊരു 3 വാക്യം കൂടി ഓർക്കണം. ഒന്ന്, 2 തിമോഥെയോസ് 3:12 റെഫറൻസ് ഒന്ന് കുറിച്ചിട്ട് വീട്ടിൽ പോയി വായിച്ചാലും മതി. 2, എബ്രായർ 12:5. 3, യേശുവിന്റെ ഗിരിപ്രഭാഷണ സെർമൺ ഓൺ ദി മൗണ്ട്, വിശുദ്ധ മത്തായി. ഇത് 3 കണക്റ്റഡാ. അതിൽ ഒന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നോട് ഒന്ന് പറയണം. 2 തിമോഥെയോസ് 3:12, എന്നാൽ ക്രിസ്തു യേശുവിൽ, ഒന്ന് പറഞ്ഞേ, ഉറക്കം വരുന്നു എന്നാ ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇനി നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. 2 തിമോഥെയോസ് 3:12. ഞാൻ സെമിനാരിൽ പോകുമ്പോൾ അന്ന് പ്രായമുള്ള ഒരു അച്ഛൻ എന്റെ ബൈബിൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഈ വാക്യത്തിൽ മോനെ, അച്ഛനാവുമ്പോൾ ഇത് മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. മനസ്സിലായില്ലേ? നമ്മൾ ധരിക്കരുത് പള്ളി വന്ന് ആബോ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാം ഓക്കെ ആവുന്ന. അതല്ല ജീവിതം, അതല്ല ജീവിതം. ജീവിതത്തിൽ വരുന്ന ഭാരവും പ്രയാസവും മാറിപ്പോകാനല്ല ദൈവമക്കളെ പള്ളിയിൽ വരുന്നത്. ഇത് ഓരോന്ന് വരുമ്പോഴും അത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച്, മനസ്സിലായില്ലേ? കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതത്തിൽ എന്റെ ദൈവം വലിയവനാണെന്ന് മനസ്സിലാക്കി നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നീതിമാന്റെ സമ്മാനങ്ങളാണ്. ഞങ്ങളുടെ പട്ടം കൂടെ കണ്ടിട്ടുണ്ടോ? അച്ഛന്മാർ ഷമ്മാശനാകുമ്പോൾ കൈ തരുന്നത് ഒരു മെഴുകുതിരിയാണ്. എന്താ അതിന്റെ അർത്ഥം? കുഞ്ഞെ, നിന്റെ ജീവിതം മുഴുവൻ അനേകർക്ക് വേണ്ടി ശല്യവും ത്യാഗവും സഹിച്ച് ഉരുകുന്ന മെഴുകുതിരിയാണ്. 2 വൈദികനാകുമ്പോൾ കാപ്പയിട്ട് കെട്ടി കൈ തരുന്ന ധൂപക്കുറ്റിയാണ്. ഇത് 2 ഉരുകുന്നത്. അപ്പോഴാണ് എനിക്ക് ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായത്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനം. ഓരോ പുരോഹിതനോടും ചോദിച്ചു നോക്കി, ശരിക്കും മാനുഷികമായി ചിന്തിച്ചാൽ പല പള്ളിയിലെ ചില വിഷയങ്ങളിൽ ഞങ്ങൾ തളർന്ന് കരിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. സങ്കീർത്തനം 73 ആസാഫിൽ പറയുന്നുണ്ട്, ഒടുവിൽ ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നു, യഹോവേ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. മനസ്സിലായി? യഹോവേ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഏത് ശല്യവും ത്യാഗവും വരുമ്പോഴും പിതാക്കന്മാർ പാമ്പാക്കൂടെ നമസ്കാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ, സുഖദുഃഖങ്ങൾ ഒരുപോലെ കടന്നു വരുമ്പോൾ ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. മറന്നു പോകരുത്. ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. മാത്രമല്ല സമചിത്തതയും ദൈവാശ്രയവും. നമുക്കെല്ലാം സമചിത്തതയുണ്ട്, ഇല്ലേ? പക്ഷെ ദൈവാശ്രയം കുറവാ. ദൈവാശ്രയമുള്ളവർ കുലുങ്ങില്ല. കന്യക മറിയാമിനോട് നമ്മൾ ആലോചിച്ച് നോക്കി, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്ന സമാധാനം എന്താ? പണം കറക്റ്റ് ആയിരിക്കണം, ഭക്ഷണം കറക്റ്റ് ആയി, വീട് കറക്റ്റ് ആയിരിക്കണം, എല്ലാം ഓക്കെ ആണെങ്കിൽ അതാ സമാധാനം. അല്ല, സമാധാനം എന്ന വാക്ക് തന്നെ സമം പ്ലസ് ആധാനമാണ്. ത്രാസ്, ആധാനം. ഒരു ത്രാസിന്റെ ഒരു സൈഡിൽ സുഖവും ദുഃഖവും ഒരുപോലെ വരുമ്പോൾ അതാണ് സമാധാനം. നമ്മൾ ഒരാഴ്ച എടുത്തു നോക്കി, ഒരു 100 മക്കളെ സംസാരിക്കാരി വിളിച്ചേ അടിക്കും ഞാൻ. ഒരാഴ്ച 168 മണിക്കൂറിൽ സുഖവും ദുഃഖവും ഭാരവും പ്രയാസവും എല്ലാം മാറി മാറി വരും. പക്ഷെ അവിടെ ഒന്നും നിന്റെ മുഖം വാടരുത്. ഹന്നായെ പോലെ നിന്റെ മുഖം വാടരുത്. ഈ ജീവിതത്തിൽ ദൈവമക്കളെ ഓർക്കണം, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനം ഉണ്ടാകും. മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, എബ്രായർ 12:5. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്,
അവൻ തല്ലുമ്പോൾ മുഷിയരുത്. ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും. പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും. ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ പുതിയൊക്കെ നടത്തുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷെ അടുത്തിടെയായിട്ട് ഒരു ടെൻഷനുമില്ല. കാരണം എനിക്കറിയാം എന്റെ ദൈവം വലിയവനാണ്. അവൻ അറിയാതല്ലോ ഈ മക്കളെല്ലാം എന്റെ മുമ്പിലിരിക്കുന്ന ആരാണ് ദോഷമുള്ളവർ. എല്ലാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും രൂപത്തിലും മാമോദീസായിൽ മൂറോനാൽ. നമുക്കൊരു കാര്യം ഓർക്കണം, പരിശുദ്ധ മൂറം കൊണ്ട് കൂദാശ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ശരീരവും രണ്ട് നമ്മുടെ ദേവാലയമാണ്. വേറെ ഒന്നും മൂറം കൊണ്ട് തൊടില്ല. അങ്ങനെ മൂറം കൊണ്ട് തൊട്ട പള്ളിയിൽ മൂറം കൊണ്ട് തൊട്ട മനുഷ്യർ വന്നിരിക്കുമ്പോൾ പൊതുയോഗത്തിൽ സംസാരങ്ങളൊക്കെ വരാം. പക്ഷെ വരുമ്പോഴും ഓർക്കണം, കുഞ്ഞെ, നിന്റെ കഴിവുകൊണ്ട് ഒരു പൊതുയോഗം നടക്കില്ല. ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. കാരണം എന്റെ പള്ളി, എന്റെ ദൈവം, എന്റെ ബൈബിൾ ആണെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ ഒരു പീസ് ഓഫ് മൈൻഡ് വരും. അതാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ തല്ലുമ്പോൾ മുഷിയരുത്. ദൈവം, അടുത്ത വരിക, ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും. പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും. ഇനി കർത്താവിന്റെ ഗിരിപ്രഭാഷണം നോക്കിയേ, കുറേയേറെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ, ദുഃഖിച്ചിരിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വരി ഇതൊന്നുമല്ല. ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, എന്റെ നാമനിമിത്തം സകലരെ നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്റെ നാമനിമിത്തം സകലരെ നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, നമുക്ക് ഈ നിരാശ വരുന്ന എവിടുന്നാണെന്നറിയും? ഒരുപാട് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിരാശ വരുന്നത്. നിരാശ വരില്ല. എന്താ? ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടും, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടും. ആരെങ്കിലും 10 വഴി പറഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ കുത്തി പറഞ്ഞാൽ ഒന്നും വേദനിക്കരുത്. എന്റെ യേശു തമ്പുരാൻ കാൽവരിയിൽ അനുഭവിച്ച വേദനയുടെ 10 എനിക്ക് കിട്ടിയിട്ടില്ല. ആ മുള്ളിന്റെ 10 നീ കൊണ്ടിട്ടില്ല. അടിയുടെ 10 അടി നിനക്ക് കൊണ്ടിട്ടില്ല. ആ ആക്ഷേപത്തിന്റെ 10 നിനക്ക് കൊണ്ടിട്ടില്ല. പിന്നെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞ മറ്റൊരു വരിയും കൂടിയുണ്ട്, മക്കളെ, എനിക്ക് മനുഷ്യന്റെ യാതൊരുത്തിന്റെ സാക്ഷ്യം ആവശ്യമില്ല. നമ്മൾ എടുത്തു പൊക്കുന്നവർ തന്നെ നിലത്തിടും. ഒരു കാര്യം കൂടി ഓർക്കണം, ഒരിക്കലും ഒരു സന്തോഷത്തിലും മതിമറന്ന് പൊങ്ങരുത്. അതുപോലെ ദുഃഖം വരുമ്പോൾ തളർന്നും പോകരുത്. ഈ സന്തോഷവും നിലനിൽക്കില്ല, ഈ ദുഃഖവും നിലനിൽക്കില്ല. എന്റെ ദൈവമാണ് എന്നെ കരുതെങ്കിൽ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുന്ന കുഴപ്പം വന്നറിയാമോ? എല്ലാ വീട്ടിലും ചെന്ന് നോക്കിയ കുഞ്ഞുങ്ങളുടെ കൈക്ക് കുറെ മൊമെന്റം ഉണ്ട്. ഇരുന്നോട്ട് നല്ലതാ. പക്ഷെ ഈ മൊമെന്റം കയ്യിൽ മേടിക്കുമ്പോൾ ഓർക്കണം, കുഞ്ഞെ, നിന്റെ പഠിത്തത്തിലും ജീവിതത്തിലും ചില മൊമെന്റം കിട്ടാതെ വരുമ്പോഴും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു മൊമെന്റം ആയിരിക്കണം. കുഞ്ഞെ, ഞാൻ നിന്റെ ഇടയനാണെന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് മനസ്സിലാക്കാതെ പോയാൽ അനേക കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കുന്നത് എല്ലാം +2 എല്ലാം പ്ലസ് കിട്ടി, എല്ലാം ഗ്രേഡ് കിട്ടി. ഇത് കേട്ടിങ്ങനെ മക്കളും കൊച്ചുമക്കളും എല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും കുഞ്ഞെ, ഇതൊന്നും നിന്റെ ജീവിതത്തെ ബാധിക്കരുത്. എന്റെ ജീവിതത്തിൽ, എന്റെ വളർച്ചയ്ക്ക്, എന്റെ കുടുംബ ബന്ധങ്ങളിൽ ഓർക്കേണ്ട കാര്യമാണ്, എന്നെ ശല്യപ്പെടുത്തരുന്നല്ല. നോക്കിയേ, ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ വിശന്നു വന്ന് കിടന്നപ്പോൾ ആ വീട്ടുടമസ്ഥനാണ് എന്റെ വാതുക്കൽ വന്ന് എന്റെ ഭവനത്തിൽ കൊടുക്കുവാനുള്ള അപ്പമുണ്ടായപ്പോൾ ഇവൻ പറയുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ വാതിൽ അടച്ചിരിക്കുന്നു, എന്നെ ശല്യപ്പെടുത്തരുത്. ഉള്ളവൻ പറയരുത് എന്നെ ശല്യപ്പെടുത്തരുത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വൈകിട്ട് വരെ ശരിക്കും കഷ്ടപ്പെട്ട് ജീവിച്ചു നോക്കി, ആ ഉറക്കത്തിന് സുഖമുണ്ട്. യേശുക്രിസ്തു 2 കൂട്ടരോടെ അടുത്ത് വരാൻ പറഞ്ഞോളൂ. ആരോടൊക്കെയാ? നമ്പർ 1 പൈതങ്ങളെ. രണ്ടാമത് ആരോടാ പറഞ്ഞേ? നല്ല അറിവുള്ളവരാണല്ലോ. രണ്ടാമത് ആരോടാ പറഞ്ഞേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാനിത് പറയാൻ കാര്യം, അനേക കുടുംബങ്ങളിൽ തമ്പുരാന്റെ സാന്നിധ്യം നഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം നമുക്കെല്ലാം ശല്യമാണ്. പൂർവികർ ഭവന കൂദാശ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ? ആ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് കുറച്ച് വൃത്തിയേടാക്കിയിട്ടിരിക്കും. കാരണം എല്ലാം ഓക്കെ ആകില്ല. അല്പം ടൈല് കെട്ടാതെ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യാതെ, അല്ലെങ്കിൽ ചേർന്നൊരു എരുത്തിൽ ഒരു പശു, അല്ലെങ്കിൽ കുറച്ച് തുണികൾ,
കാര്യം ഈ ലോകം ഇത് കണ്ട് മയങ്ങാനുള്ളതല്ല, ഇത് കണ്ട് മയങ്ങാനുള്ളതല്ല. എന്നാൽ ഇന്നാണെങ്കിലോ ചെടി മുതൽ ഗാർഡൻ, ലൈറ്റ്, ടൈല് ഉൾപ്പെടെ മുഴുവൻ വെക്കാറുണ്ട്. അനേക ഭവനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ടൈലില്ല, പൂക്കളില്ല, സമാധാനമില്ല. മാത്രമല്ല സ്നേഹത്തോടെ കരുതേണ്ട അമ്മയപ്പന്മാർ കേരളത്തിൽ ഇന്ന് 59 വൃദ്ധഭവനമായി. പ്രിയമുള്ളവരെ, നമ്മൾ അവരെയൊക്കെ ഒന്ന് കൂട്ടിയാൽ അല്പശല്യമാണ്. മൂശാട്ട കാണാം, ചിലപ്പം ബുദ്ധിമുട്ടുകൾ കാണാം. പക്ഷെ മറക്കരുത്, എന്തുമാത്രം നമ്മുടെ മലമൂത്ര വിസർജനം മൊത്തം എടുത്ത മാതാപിതാക്കളെയാണ് നമ്മൾ കൊണ്ട് കളയുന്നതെന്ന് തിരുവചനം പറയുന്നത്. നിനക്ക് നന്മ വരാൻ നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ അമ്മയപ്പന്മാർ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് ജന്മം നൽകി. 2, നിന്നെ 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്നു. ഇത് 2ഉം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ ഇത് 2ഉമാണ്. നിനക്കൊന്ന് ജന്മം നൽകി, 2 നിന്നെ 9 മാസം കൊണ്ടു നടന്നു. നമ്മുടെയൊക്കെ ധാരണ ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് സ്കൂളിൽ കൊണ്ടാക്കി പഠിപ്പിച്ച് ഒന്നുമല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരാൻ പല ഘടകങ്ങളുണ്ട്. അത് ഈ മാതാപിതാക്കന്മാരുടെ ദൈവിക അനുഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും അടുത്തിടയ്ക്ക് ഞാനൊരു സംഭവം മുമ്പേ പറഞ്ഞ് ബ്രേക്ക് ചെയ്തല്ലോ, അത് വേറെ ഒന്നുമല്ല. എന്റെ ദേവാലയത്തിൽ കുർബാനയ്ക്ക് ഈ തോമാസ് ലീഹയുടെ പെരുന്നാൾ 5 ഞായറാഴ്ച മുമ്പായിരുന്നു. അന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ താഴെ നിന്നപ്പോൾ 84-85 വയസ്സുള്ള പള്ളിയിൽ 2 കിലോമീറ്റർ നടന്നു വരുന്ന ഒരു സാറ്, അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഹുസോ വേണം. ആദ്യമായിട്ട് അദ്ദേഹം അങ്ങനെ വരുന്നത്. അന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. അന്ന് ഈ സാറാണ് വന്നത്. 5 ആഴ്ച കഴിഞ്ഞുള്ളൂ. ഞാൻ ഹുസോ കൊടുത്തു, കുർബാന കൊണ്ടു. വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് മരിച്ചും പോയി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 85 വയസ്സുള്ള ഒരു മനുഷ്യൻ കുർബാന കൊണ്ടിട്ട് അന്ന് ലോകത്തോടെ തോമാസ് ലീഹയുടെ ഈ ഓർമ്മ ദിവസം ലോകത്തോട് യാത്ര പറയുന്നത്. ആ മക്കളും കൊച്ചുമക്കളൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ച രീതി ഞാൻ കണ്ട് അതിശയിച്ചു പോയി. പ്രിയമുള്ളവരെ, അവരുടെ സ്നേഹം, അവരുടെ ഒരു സഹോദര ബന്ധം, ഇത് നമ്മുടെ കുടുംബങ്ങളിൽ വരണം. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ വിരൽ ചൂണ്ടി നീട്ടിയും പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ മാതാപിതാക്കൾ അന്യമായി അവരുടെ കണ്ണുനീർ വീഴുന്നെങ്കിൽ നീ എത്ര മക്കളെ പഠിപ്പിച്ചിട്ടും, എത്ര പള്ളി പോയിട്ട്, എത്ര കുർബാന കൊണ്ടൊന്നും പ്രയോജനമില്ല. അതില്ലേ യേശു കാൽവറിയിൽ വേദനയിൽ കിടക്കുമ്പോഴും യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, ദുഃഖമാണ് ഉണ്ണി എന്ന് അക്കിത്തം പാടിയതെങ്കിൽ ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിനെല്ലാം ഒരു സുഖവുമുണ്ട്. മാത്രമല്ല ഈ അമ്മയപ്പന്മാരൊക്കെ ചില അസ്ഥി കാണൂ, കട്ടിലേക്ക് കിടക്കുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു ശക്തിയും കാണില്ല, ഒരു ശ്വാസമേ കാണൂ. പക്ഷെ നിങ്ങൾക്കറിയില്ല, അതൊരു പവറാണ്, അതൊരു ശക്തിയാണ്. അവരുടെ നാവിൽ എപ്പോഴും യേശുവേ, ദൈവമേ, എന്റെ മക്കൾ, എന്റെ കൊച്ചുമക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കട്ടിൽ ഒഴിയുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളാൽ അവരെ കയറ്റിവിടരുത്. ചില മക്കളോടൊക്കെ ചോദിച്ചാൽ പപ്പയ്ക്ക് എത്ര 86 കഴിഞ്ഞു, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാ. 86 100 കഴിയട്ടെ, 110 കഴിയട്ടെ. ജീവൻ കൊടുത്ത നിങ്ങളല്ലല്ലോ. ദൈവം വിളിക്കുമ്പോൾ വിളിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങൾ നിങ്ങളുടെ പാവങ്ങൾ മായ്ക്കും, മറക്കരുത്. നിങ്ങൾ അതൊരു ശല്യമല്ല, നിങ്ങൾക്കതൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കന്മാർക്ക് അത് കല്യാണം കഴിഞ്ഞാൽ ഓർക്കണം, അമ്മായിയപ്പനും അമ്മായിമ്മയില്ല. ഫാദറിലോ നിയമപ്രകാരമുള്ള അപ്പനാണ്, മദറിലോ നിയമപ്രകാരമുള്ള അമ്മയാണ്. അവരെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിച്ച് കരുതി വന്നേ. തിരിച്ച് എനിക്ക് ദൈവം തന്ന മരുമകളല്ല, മരുമകനല്ല, മറുമകനാണ്, മറുമകളാണ്. എനിക്ക് പകരം വന്ന മകളാണ്, പകരം വന്ന മകനാണ്. അങ്ങനെ എടുത്താൽ നിങ്ങളുടെ ഇടയിൽ സ്വർഗരാജ്യമുണ്ടാകും. മാത്രമല്ല കുടുംബജീവിതത്തിലും ഓർക്കണം, ദൈവം തന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ദൈവീകമായി നമ്മൾ ഓർക്കേണ്ടത് ചില ശല്യങ്ങളുണ്ട്, അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ. പക്ഷെ അതിനെല്ലാം സന്തോഷത്തോടെ എടുത്താൽ. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ശരീരം തളർന്നുപോയ ബോംബെയിലെ ഒരു സ്ത്രീ എനിക്കറിയാം. ആ ഭർത്താവ് എടുക്കുന്ന ത്യാഗം, പൊന്നുപോലെ കുളിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന് കുർബാന കൊടുത്ത്, ആ സ്ത്രീ പറയാം, ലോകത്തിൽ ആർക്കും സ്വർഗം കിട്ടിയില്ലേലും എന്റെ അച്ചായന് സ്വർഗം കിട്ടും. പത്രത്തിലൊരു മനോരമയിലൊരു ഹെഡിങ്ങായി വന്നു, ഭാര്യയുടെ കാല് ഭർത്താവിന്റെ കയ്യ്, ഭാര്യയുടെ കാല് ഭർത്താവിന്റെ കയ്യ്. ഈ ഭാര്യയ്ക്ക് കാലില്ല, അത് ഭർത്താവിന്റെ കയ്യാണെങ്കിൽ തളർന്നു കിടക്കുന്ന സ്ത്രീയെ അത് ശല്യമായി കാണാതെ പൊന്നുപോലെ എടുക്കുന്നെങ്കിൽ ആ പിതാവിന് സ്വർഗം കിട്ടുമെങ്കിൽ. തിരിച്ച് ഭാര്യമാരെ ഓർക്കണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉചിതമാവണ്ണം കീഴടങ്ങിയിരിക്കുവാനും സ്നേഹിച്ച് കരുതി, എനിക്ക് ദൈവം തന്ന ഭാര്യയാണ്,
ദൈവം തന്ന ഭർത്താവാണ്. അതുകൊണ്ടാണ് രണ്ട് കൈകൾ ത്രോണോസിനും മദ്ബഹായ്ക്കും നിലവിളക്കിനും നേരെ പുരോഹിതൻ വെച്ച് കൈവച്ചിട്ട് പറയുന്നുണ്ട്, മക്കളെ എന്ന് വിളിക്കുക. മക്കളെ, നിങ്ങൾ ഇത് ശല്യമായി എടുക്കരുത്. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാവും നിങ്ങൾ നിൽക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. ഭാര്യ ഭർത്താക്കന്മാരെ എന്റെ കുടുംബജീവിതം ജീവനെ ത്യജിക്കുന്നതാണെങ്കിൽ അപ്രകാരം വരുന്ന ശല്യങ്ങളൊന്നും ശല്യമായി എടുക്കാതെ തേജസ്സോടെ വാടാത്ത കിരീടം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചേക്കണം. 1, എന്റെ കയ്യിൽ ഒന്നുമില്ല, പറയരുത്. എന്റെ വാതിൽ അടച്ചിരിക്കുന്നു, പറയരുത്. എന്നെ ശല്യപ്പെടുത്തരുത്, പറയരുത്. പിന്നെ എന്ത് പറയണം? എന്റെ ദൈവം തന്ന കരങ്ങളിലൂടെ, ഭവനത്തിലൂടെ, മനസ്സിലൂടെ, ദൈവമേ എന്റെ കയ്യിൽ ഉള്ളതുപോലുണ്ട്, എനിക്ക് ഒരുപാടൊന്നുമില്ല. ഏലിയ സിനിമേന് പറയുന്നത്, ആർക്കെങ്കിലും ആഹാരം കൊടുത്തേക്കണം. 2 കറി കൂടരുത്, 1 കറി കുറയരുത്. മനസ്സിലായില്ലേ? ഉച്ചയ്ക്ക് ഇത്രയും പ്രസംഗം കേട്ട ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഊണ് കൊടുക്കാൻ പുരുഷന്മാർ പറയണ്ട, സ്ത്രീകൾ എന്തായിരിക്കും ചോദിക്കുന്നത്? പറഞ്ഞേ, ഉണ്ണുന്നോ? ഇല്ലേ? ആരെങ്കിലും ഉണ്ണെന്നു പറയൂ? പറയില്ല. കൈ കഴുകാൻ പറഞ്ഞാൽ മതി, പോരെ. ചായ ഇടട്ടോട്ടോ ഒന്നും ചോദിക്കണ്ട, മധുരമിടട്ടോ എന്ന് ചോദിച്ചാൽ മതി. വേണ്ടുന്നവർ കുടിച്ചുകൊള്ളും. കൊടുക്കാനൊരു മനസ്സ് കാണിച്ചാൽ എന്റെ കയ്യിലുണ്ട്. 2, എന്റെ വാതിൽ അടച്ചിരിക്കുന്നല്ല, എന്റെ വാതിൽ തുറന്നിരിക്കുന്നു. 3, എന്നെ ശല്യപ്പെടുത്തരുന്നല്ല. എനിക്ക് ദൈവമേ എന്നെ കണ്ട് കഴിവത്തും മരണം വരെയും എന്റെ യേശു കാൽവറിയിൽ ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആ ദൈവത്തെ നമ്മൾ രുചിച്ചറിഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന സ്വർഗീയ വാഗ്ദാനങ്ങളുടെ ചില വാക്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ദൈവം ആരാണെന്ന് അറിയണം. അവൻ ഈ കരത്തെക്കുറിച്ച് പഴയ നിയമം യെശയ്യാവ് 40:12 പറയുന്നുണ്ട്. തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അവനാണ് സാക്ഷാൽ ദൈവം. മനസ്സിലായില്ലേ? തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അവനാണ് ദൈവം. 2, സദൃശവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങിയവനാർ? ആഴിയെ തന്റെ കൈകൊണ്ട് പൂഴികൊണ്ട് നിർമ്മിച്ചവനാർ? വെള്ളത്തെ തന്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ? ഭൂമിയിലെ വറുതികളെയൊക്കെയും പിടിച്ചടക്കിയവനാർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? അവൻ സാക്ഷാൽ ദൈവമാണ്. 3, യോബിന്റെ പുസ്തകം 8:5, 6, 7 നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം കുഞ്ഞെ, നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പ്രഭാഷകർ പറയുന്നുണ്ട്, ആരെയും മരണം വരെ ഭാഗ്യവാനെന്ന് വിളിക്കരുതെന്ന്. ഒരാളുടെ മരണം കൂടി കണ്ടിട്ട് അവനെ ഭാഗ്യവാനെന്ന് വിളിക്കാവൂ. ദൈവം തമ്പുരാൻ നമുക്ക് തന്ന ആയുസ്സിൽ ഏത് പ്രായത്തിലും വിളിക്കട്ടെ. എനിക്ക് തന്നെ 50 കഴിഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ പെട്ടെന്നൊന്ന് വിളിച്ചാൽ എൻ്റെ ഭാര്യയും മക്കളുടെ കാര്യം. അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നു. പിശാചിനൊരു സ്വഭാവമുണ്ട്, കടം തരും, ഭയം തരും. ഇത് രണ്ടിലും വീടരുത്. കടവും തരും, ഭയവും തരും. മറിച്ച് നിങ്ങൾ ബൈബിളൊക്കെ ഇപ്പോഴും നമ്മുടെ പലരെ കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്. എല്ലാവരും ബൈബിൾ വായിക്കാറുണ്ട്. പക്ഷെ സ്വന്തമായ ബൈബിൾ നെഞ്ചോടെ ചേർത്ത് വെക്കണം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസ്ത്രങ്ങൾ ജീവന്റെ മാർഗമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉണരുമ്പോൾ നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. വന്യനായ TJ ജോഷു അച്ഛൻ മരിച്ചപ്പോൾ അച്ഛന്റെ കയ്യിലിരുന്ന ബൈബിളിന് 56 വർഷം പഴക്കമുണ്ട്. അത് 6 പ്രാവശ്യം ബൈൻഡ് ചെയ്തു. വന്യനായ ഓ തോമസ് മരിച്ചപ്പോൾ 38 വർഷം പഴക്കമുള്ള ബൈബിളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശമായി തീരാൻ സ്വന്തമായി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ബൈബിൾ ഇരുന്നോട്ടെ. പക്ഷെ സ്വന്തം ബൈബിൾ നിങ്ങളുടെ കാറിലും നിങ്ങളുടെ കൂടെ ഇരിക്കണം. നല്ല വരികൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളോട് സംസാരിക്കണം. ഇത് നെഞ്ചോട് ചേർത്ത് വെച്ച വ്യക്തിത്വങ്ങൾ നിരാശപ്പെടില്ല, അവർ തകരില്ല. അതുപോലെ തന്നെ അത് മക്കൾക്ക് പകർന്നു കൊടുക്കണം. മിനിമം ഒരു 500-1000 വാക്യമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇഷ്ടം പോലെ കിട്ടും. സമയാസമയങ്ങൾ അത് നമ്മളെ വഴി നടത്തും, നമ്മളെ കൃപകളിലൂടെ നമ്മളെ പ്രകാശിപ്പിക്കും. അപ്രകാരം ജീവിക്കുമ്പോൾ
അവസാനം നമ്മളെല്ലാം കേൾക്കേണ്ട ഒരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മളെ സഹായിക്കട്ടെ.